ഹലോ. ഹലോ, നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നു. ഓക്കെ. ആ അപ്പോൾ നമ്മൾ ഇന്ത്യൻ പോളിറ്റിയുടെ ചാപ്റ്റർ 3 പാർട്ട് 1 കവർ ചെയ്തിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് ഈ ക്ലാസ് വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് എൻഗേജ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് അൺഫോർസീനായിട്ട് വന്നതാണ്. സോ ഐ അപ്പോളജൈസ് ഫോർ ദ ഡിലേ. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സെലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു റീക്യാപ്പ് പോലെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം സംസാരിച്ച് നിർത്തിയത് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നുള്ള ടോപ്പിക്കിലായിരുന്നു അല്ലേ. ജുഡീഷ്യറിയുടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറും അതിൻ്റെ ഹയറാർക്കിയിൽ അതിൻ്റെ ഒരു സുപ്രീം കോടതി മേളിൽ വരുന്നു, താഴെ സബ്സീക്വൻ്റ് ആയിട്ടുള്ള കോർട്സിൻ്റേതും, അതുപോലെ തന്നെ USA കോർട്ടുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഏത് രീതിയിലാണ് ഇന്ത്യയിലെ സുപ്രീം കോർട്ടും ഇന്ത്യയിലെ ഭരണഘടനയും തമ്മിലുള്ള റിലേഷൻ, ഭരണഘടന എങ്ങനെയാണ് സുപ്രീം കോർട്ടിനെ പവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ഒരു ഭരണഘടനയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഭരണഘടനയുടെ സൈസിനെ കുറിച്ചും ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ പല പല സോഴ്സസിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടതിനെക്കുറിച്ചും, പിന്നെ നമ്മുടെ റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും അല്ലേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും തമ്മിലുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് അല്ല, അതിൻ്റെ ഒരു ബ്ലെൻഡ് അല്ലേ. ആർട്ടിക്കിൾ 368 അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ അമെൻഡ് ചെയ്യാം, ഏതൊക്കെ അമെൻഡ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ കേശവാനന്ദ ഭാരതി കേസിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ജുഡീഷ്യറിക്കാണോ പാർലമെൻറ്റിനാണോ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ആ ഒരു ഡിസ്കഷൻസിൻ്റെ ബേസിസിലൊക്കെ നമ്മൾ പരിശോധിച്ചു. ഓക്കെ, ജസ്റ്റ് ഒരു റീക്യാപ്പിന് വേണ്ടി, നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി, എൻ്റെയും മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിലോട്ടാണ് പോകുന്നത്. സോ അതാണ് പാർട്ട് 2 നമ്മൾ പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ. നമ്മൾ പോളിറ്റി ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ സംസാരിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് അല്ലേ. ഞാൻ വേറൊരു കാര്യം പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് ഉള്ളൊരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല. ആക്ച്വലി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഡിഫറെൻറ്റ് ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ 14 to 32 വരെയുള്ള ആർട്ടിക്കിൾസിനെയൊക്കെ വളരെ വിശദമായിട്ട് അതിൻ്റെ സബ് ക്ലോസുകളൊക്കെ പരിശോധിക്കുന്ന ക്ലാസ് ഉണ്ട്. സോ ദിസ് ഈസ് ജസ്റ്റ് ടു സേ ഇറ്റ് ഹാസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രിഫൈസ് നേച്ചറുള്ള ചാപ്റ്റേഴ്സിലൂടെയാണ് പോകുന്നത്. ഇപ്പോഴും നമ്മൾ റിയൽ മാറ്ററിലോട്ട് കയറിയിട്ടില്ല. സോ ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും 10th +1 +2 ആണെങ്കിലും നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇതൊക്കെ നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ. കാരണം മൗലിക അവകാശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് സിറ്റിസൺസ് ഓഫ് ദ കൺട്രി നമ്മുടെ അവകാശങ്ങളാണ് നമ്മളെ ഈ യൂണിയനിലോട്ട് ചേർത്ത് നിർത്തുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാം. എന്നിരുന്നാലും ഒരു ടെക്നിക്കലായിട്ട് എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്താണ് എവിടെയാണ് ഇത് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഉണ്ടാവും. അല്ല, കൺഫ്യൂഷൻ അല്ല, ഒരു വ്യക്തമായ ധാരണയില്ലായ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3യിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പാർട്ട് 3യിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത്. ഓക്കെ, പാർട്ട് 3യിലാണ്. അത് എപ്പോഴും ഓർത്തോളണം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3യിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിളുകൾ 14 തൊട്ട് 32 വരെയുള്ള ആർട്ടിക്കിളുകളിലായിട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പരന്ന് കിടക്കുന്നത്. ഇറ്റ് ഈസ് സ്പ്രെഡ് ഔട്ട് ബിറ്റ്വീൻ 14 to 32. സോ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ ഉള്ളൊരു അത്രയും വളരെ സെൻസ് ഇല്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. everyone after 18 has a set of 18 rights. നിങ്ങൾ അങ്ങനെ ആലോചിക്കും. പൊതുവേ നമുക്ക് എല്ലാ തരത്തിലുള്ള റൈറ്റ്സും കിട്ടുന്നത് എങ്ങനെയാണ്? നമുക്കിപ്പോൾ വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടുന്നത് മേജറായതിനു ശേഷമാണ്, 18 വയസ്സിന് ശേഷമാണ്. വോട്ടവകാശം കിട്ടുന്നത് 18 വയസ്സിന് ശേഷമാണ്. മിക്ക കാര്യങ്ങൾക്കുള്ള അവകാശം 18 വയസ്സിന് ശേഷമാണ് കിട്ടുന്നത്. സോ ആ രീതിയിൽ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ റൈറ്റ്സ് നമുക്ക് 18 ശേഷം കിട്ടുന്നു. 18 ശേഷം എത്ര റൈറ്റ്സ് നമുക്ക് കിട്ടുന്നു? 18 റൈറ്റ്സ് കിട്ടുന്നു. സോ everyone after 18 has a set of 18 rights എന്ന് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഈ 18 റൈറ്റുകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ഓർമ്മിക്കാം. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ന്യൂമോണിക്സും മറ്റേ കോഡൊക്കെ ഓർക്കില്ലേ ഓരോന്ന് പഠിക്കാൻ, അതുപോലെയുള്ള ജസ്റ്റ് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് ഹാസ് എനി ഫാക്ച്വൽ റിലേഷൻ വിത്ത് ദ തിങ് ദാറ്റ് വി ആർ ലൈക്ക് സ്റ്റഡിങ്. ഇറ്റ്സ് ജസ്റ്റ് എ ട്രിക്ക്
ടു മെമ്മറൈസ്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ട്രിക്കായിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ 18 വയസ്സിന് ശേഷം എല്ലാവർക്കും 18 റൈറ്റ്സ്, അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ 14 തുടങ്ങി 18 എത്രയായി? 32. 14ൻ്റെയും 32ൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ റൈറ്റ്സ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഒറിജിനലി 7 ബട്ട് റെഡ്യൂസ്ഡ് ടു 6 വിത്ത് ദ സ്ലാഷിംഗ് ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ്, ആർട്ടിക്കിൾ 31 ഫ്രം ദ ലിസ്റ്റ് ആൻഡ് മേക്കിംഗ് ഇറ്റ് എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A വയ 44th Amendment 1978. അപ്പോൾ ഈ 1978 നമുക്ക് ഈ വർഷം വെച്ച് പറയാം. ആ വർഷം വെച്ച് പറയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ കോണ്ടെക്സ്റ്റിൽ എളുപ്പമാവും. 1978 എന്ന് പറഞ്ഞ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ചരിത്രപരമായി എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷത്തിൻ്റെ അടുത്തുള്ള വർഷമാണ്? ഇന്ത്യയുടെ ഭരണചരിത്രത്തിൽ 1975 നമ്മൾ എമർജൻസി വന്നത്, അല്ലെ, അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധി സർക്കാരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിനടുത്ത് എന്താ, അതിന് തൊട്ടടുത്ത് ഒരു 2 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ വന്ന ഒരു അമെൻമെൻറ്റാണ് 44th Amendment. അപ്പോൾ ആ അമെൻമെൻറ്റിൽ എന്താ സംഭവിച്ചത്? പ്രോപ്പർട്ടി റൈറ്റ്സ്, അല്ലെ, ഒരു പ്രോപ്പർട്ടി എൻ്റേതായിട്ട് വെക്കാനുള്ള എൻ്റെ അവകാശം എന്നുള്ളത് മൗലികാവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് എടുത്തു മാറ്റി, എന്നിട്ടതൊരു ലീഗൽ റൈറ്റാക്കി. മനസ്സിലായി? ഒരു പ്രോപ്പർട്ടി വാങ്ങാനുള്ള എൻ്റെ അവകാശത്തിനെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന്, എൻ്റെ മൗലികമായ അവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റി അതൊരു ലീഗൽ റൈറ്റാക്കി മാറ്റി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത്? അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ? പൊതുവേ നമ്മുടെ അവകാശങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരുപാട് സംരക്ഷിക്കപ്പെടാത്ത ഒരു സമയമാണ് അടിയന്തരാവസ്ഥ. എമർജൻസി കാലഘട്ടത്തിൽ നമുക്ക് സംഘം ചേരാനോ പല ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിലോ ഒക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, അല്ലേ? നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് പേര് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, പത്രസ്വാതന്ത്ര്യം പോയിട്ടുണ്ട്, അല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പോലീസ് ക്രൂരതകൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് വിറ്റ്നസ് ചെയ്തിട്ടുള്ളതല്ലേ? സ്റ്റേറ്റല്ല, നമ്മുടെ രാജ്യം വിറ്റ്നസ് ചെയ്തിട്ടുള്ളതല്ലേ? ഓക്കെ, സോ നമ്മുടെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങളൊക്കെ ഹനിക്കപ്പെട്ട ഒരു കാലഘട്ടം, അതിൻ്റെ പിന്തുടർച്ച 1975 ശേഷം തൊട്ട് വന്ന 1978 അങ്ങനെ ഓർക്ക് നിങ്ങൾ ആ വർഷം അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ കാലഘട്ടമായിട്ട് നിങ്ങൾ വർഷം കണക്ട് ചെയ്യും. അപ്പോൾ അതിനാണ് കാരണം എന്ന് നിങ്ങൾ അങ്ങനെ ഒരു ലോജിക്കിൽ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ തൊട്ട് അടുത്ത് വന്ന ഒരു വർഷം 1978 44th അമെൻമെൻറ്റിലൂടെ ആർട്ടിക്കിൾ 300A എന്ന് പറഞ്ഞ് വേറെ ഒരു ലീഗൽ റൈറ്റാക്കി മാറ്റി. എന്തായി? മൗലികാവകാശം എന്നുള്ളത് നിയമപരമായ അവകാശമായിട്ട് മാറി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മൗലികാവകാശവും നിയമപരമായ അവകാശവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഞാനിപ്പോൾ ഒരു ഷോർട്ട് വൈലിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യം ഡിസൈൻ ചെയ്തപ്പോൾ 7 ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടായിരുന്നു. 7 ഫണ്ടമെൻ്റൽ റൈറ്റ്. പക്ഷെ 6 ആക്കി. പ്രോപ്പർട്ടി റൈറ്റ്സ്, സ്ഥലം എനിക്ക് സ്ഥലത്തിന് മേലുള്ള അവകാശം, എൻ്റെ ഉടമസ്ഥാവകാശം, അല്ലെങ്കിൽ സ്വത്തിന് മേലുള്ള അവകാശം, ഭൂസ്വത്തിന് മേലുള്ള അവകാശം, അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് മേലുള്ള അവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മേലുള്ള ഒരു അവകാശം ലീഗൽ റൈറ്റിലോട്ട് മാറ്റി, ഫണ്ടമെൻ്റൽ റൈറ്റിലോട്ട്. ഏത് അമെൻമെൻറ്റ് വഴി? 44th Amendment വഴി. വർഷം ഏതാ? ഒരുപാട് അവകാശങ്ങൾ ഹനിക്കപ്പെട്ട അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് പിന്നാലെ വന്ന കുറച്ച് വർഷങ്ങളായിട്ടുള്ള 1978 നടന്ന 44th Amendment. അപ്പോൾ ഈ ഡാറ്റ അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ റീട്രേറ്റ് ചെയ്ത് പറഞ്ഞത് ഇതിൽ ഇത്രയും പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. ഈ ഇയർ ഉണ്ട്, ഈ അമെൻമെൻ്റ് ഉണ്ട്, അമെൻമെൻറ്റിൻ്റെ നമ്പർ ഉണ്ട്, ഈ ആർട്ടിക്കിൾ ഉണ്ട് 300A. ഓക്കെ, സോ നോട്ട് ചെയ്താൽ മതി. പിന്നെ അടുത്തൊരു കാര്യം ആക്ട്സ് ആസ് എ ലിമിറ്റേഷൻ എഗെയിൻസ്റ്റ് ദ പോസിബിൾ ടൈറാനിക്കൽ ടെൻഡൻസീസ് ഓഫ് ദ ഗവൺമെൻറ് ഓർ എക്സിക്യൂട്ടീവ്. ടൈറാനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വേച്ഛാധിപതി, ഏകാധിപതി, അല്ലേ? ഒരു ഏകാധിപത്യ സ്വഭാവം ഒരു സർക്കാരിന് വരാതിരിക്കാൻ വേണ്ടിയാണ്, അതിനൊരു ചെക്കായിട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത്, അല്ലേ? ഇപ്പോൾ എൻ്റെ മൗലികാവകാശങ്ങൾ, എൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നില്ലേ? എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹരിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ അതാരാ? അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതാരാ? അത് ഏകാധിപത്യ, ടിറാനിക്കൽ, സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള ഒരു ഓട്ടോക്രാറ്റിക് ടൈറാനിക്കൽ ടെൻഡൻസീസുള്ള ഒരു ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവാണ്. അപ്പോൾ അതിനെതിരെയുള്ള എനിക്ക് എൻ്റെ ഭരണഘടന തരുന്ന സംരക്ഷണ കവചമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇതാണ്, ലീഗലി ഡിഫൈൻ ചെയ്യുന്ന ഇതാണ്. ഓക്കെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് അതാണ് ലീഗലി ഡിഫൈൻ ചെയ്യണം ഒരു ടേം, അല്ലേ? എന്നാലല്ലേ അതിനൊരു ഒരു കോമൺ ഗ്രൗണ്ടിൽ എല്ലാവർക്കും എത്താൻ പറ്റുക, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. നാളെ നമ്മളൊരു കോടതിയിൽ ഒരു വിചാരണ നടക്കുമ്പോൾ അതിനെ ഏതെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഓപ്പൺ ടു ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ, അല്ലേ? അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ഏകീകൃതമായിട്ടുള്ളൊരു ഡെഫിനേഷൻ വേണം.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്രിറ്റിസിസം പറയുമല്ലോ, ഇറ്റ് ഈസ് ആൻ എലഫൻറ്റൈൻ സൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, വളരെ ഭാരമേറിയതും വളരെ വലുപ്പമേറിയതൊരു കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറയാൻ കാരണം ഞാൻ അന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും ഡിഫൈൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഡിഫൈൻ ചെയ്യുന്നതിൽ എൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചറാണ്. ക്യാൻ അപ്രോച്ച് സുപ്രീം കോർട്ട് ഡയറക്ട്ലി ഫോർ ദ ഡിഫെൻസ്. മനസ്സിലായോ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നിങ്ങളുടെ മൗലികാവകാശം നിങ്ങൾക്ക് ഹനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സുപ്രീം കോടതിയിൽ പോകാം. അവിടെ താഴെ കോടതിയിൽ പോയി പിന്നെ മേലെ കോടതിയിൽ പോയി അങ്ങനെ ഒരു ഇതില്ല. സുപ്രീം കോടതിയാണ് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും മൗലികാവകാശങ്ങളുടെ അൾട്ടിമേറ്റ് ഗ്യാരൻറ്റർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത പറയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3-ലാണ്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പാർട്ട് 3-ൽ ആർട്ടിക്കിൾസ് 14 to 32 വരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്നൊരു മൂല്യം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റിയാണ്, അല്ലേ? എല്ലാവർക്കും ഒരേപോലെ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ സിബ്ലിങ്സ് ഉള്ള വീട്ടിലാണെങ്കിൽ അനിയനും ചേട്ടനും ചേച്ചിക്കും അനിയത്തിക്കൊക്കെ ഒരുപോലെ ആയിരിക്കണം, പക്ഷപാതം കാണിക്കാൻ പാടില്ല എന്ന് പറയും. സോ അതാണ് ഫസ്റ്റ് സെൻസ് ഓഫ് ജസ്റ്റിസ്. ഒരു നീതിയുടെ ഒരു ഫസ്റ്റ് സെൻസ്, ആൻ അൺറിട്ടൺ സെൻസ് എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റിയാണ്. ആ ഈക്വാലിറ്റിയെക്കുറിച്ച് തന്നെയാണ് 14 തൊട്ട് 18 വരെയുള്ള ആദ്യത്തെ 4 ആർട്ടിക്കിളുകളിൽ പറഞ്ഞിട്ടുള്ളത്, റൈറ്റ് ടു ഈക്വാലിറ്റി. പിന്നെ 19 തൊട്ട് 22 വരെയുള്ള അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന റൈറ്റ് ടു ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ ഈ 14, 15, 16 അങ്ങനെ ഇത് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് പോകാത്ത ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആമുഖം പറയുകയാണ്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഡീറ്റെയിൽഡ് ചാപ്റ്ററിലോട്ട് കയറുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കും. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഈക്വാലിറ്റിയാണ് 14 to 18 വരുന്നത്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നമുക്ക് സമത്വവും സ്വാതന്ത്ര്യവും ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഓരോ കാര്യങ്ങൾ ഏർപ്പെടാൻ തുടങ്ങും. ഓരോ തൊഴിൽ, ഓരോ ബിസിനസ്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ, മറ്റു പല ആക്ടിവിറ്റീസ്, ചാരിറ്റി പ്രവർത്തനങ്ങൾ, സന്നദ്ധ സേവനങ്ങൾ, അവിടെയൊക്കെ അവിടെയൊന്നും നമുക്ക് ചൂഷണം വരാൻ പാടില്ല. നമ്മുടെ വീടിൻ്റെ പുറത്ത് നമ്മൾ സ്വാതന്ത്ര്യത്തോടെ പോയി കഴിയുമ്പോൾ ചൂഷണം വരാൻ പാടില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് സമത്വം കിട്ടുന്നു, പിന്നെ നമ്മൾ സ്വാതന്ത്ര്യം, പിന്നെ ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനുള്ള റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 to 24. പിന്നെ അതപ്പോൾ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, ചൂഷണത്തിനെതിരെ വേണം. പിന്നെ 25 to 28 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. 25 to 28 റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. അതിന് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത്. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ചൂഷണത്തിൻ്റെയും നേരെ അടുത്ത് വരുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. അപ്പോൾ അത് ഇന്ത്യ എന്തുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് സെക്യുലറിസം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് സെക്യുലറിസം എന്താണെന്ന് ഞാൻ സബ്സീക്വൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതും ഭരണഘടനയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29 to 30. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. ഈ ആർട്ടിക്കിൾ 32 ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടറില്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൗലികാവകാശം, നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെട്ടാൽ, ഇഫ് ഇറ്റ് ഗെറ്റ്സ് വയലേറ്റഡ്, യു ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോടതി. നിങ്ങൾക്ക് സുപ്രീം കോടതിയെ പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പോകാം. അങ്ങനെ പോകാം എന്ന് പറയുന്ന പ്രൊവിഷനാണ് 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനാപരമായിട്ടുള്ള സൊല്യൂഷൻസ് എനിക്ക് അതിന് പോകാനുള്ള എനിക്ക് അവകാശം തരുന്നതാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്ന പേര് നിങ്ങൾ ഊണിലും ഉറക്കത്തിലും ഒക്കെ എപ്പോഴും സ്മരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ സ്മരിക്കുക. ബിക്കോസ് നമ്മുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന 32 എന്ന് പറഞ്ഞ നമ്പരാണ്, അല്ലേ? ആർട്ടിക്കിൾ 32 എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, എനിക്ക് സുപ്രീം കോടതിയെയോ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോ സമീപിക്കാനുള്ള അവകാശം തരുന്നതാണ് ആർട്ടിക്കിൾ 32. സോ യു നോട്ട് ഇറ്റ് ഡൗൺ, ആർട്ടിക്കിൾ 32 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ ഈ പാർട്ട് 3-ലെ ഈ 18 റൈറ്റുകളിൽ ഏതൊക്കെ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ അവകാശങ്ങളാണ് കറക്റ്റായിട്ട് എൻഷറൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഇത്രയും വാക്കിന്ന് മനസ്സിലായല്ലോ. അത് സമത്വം തൊട്ട് കോടതിയിൽ പോകാനുള്ള റൈറ്റ് വരെ ആ ഒരു ഓർഡറിൽ നിങ്ങളെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ എന്താ പറഞ്ഞേ? ഒന്ന് റിവൈസ് ചെയ്തേ. 1978 എന്ന് പറഞ്ഞ വർഷം ഞാൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടടുത്ത വർഷം എന്നുള്ള രീതിയിൽ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞു, 1978 അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ റൈറ്റുകൾ ഒരുപാട് ലംഘിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി റൈറ്റ് ആർട്ടിക്കിൾ 31 ഉണ്ടായിരുന്നത് നേരെ എടുത്ത് ആർട്ടിക്കിൾ 300A ഇട്ടു. 44th അമെൻമെൻറ്റ് വഴി. അതിലുണ്ടായ വ്യത്യാസം
പ്രോപ്പർട്ടി റൈറ്റ് അതുവരെ ഒരു മൗലികാവകാശമായിരുന്നു, അതൊരു ലീഗൽ റൈറ്റായി. എ ഫണ്ടമെൻ്റൽ റൈറ്റ് ബിക്കം എ ലീഗൽ റൈറ്റ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റും ലീഗൽ റൈറ്റും തമ്മിലുള്ളൊരു വ്യത്യാസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അത് ഞാൻ ലേറ്റർ അഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതാണിതേ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ് ഇതാ നോക്കൂ. അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് guarded by the apex court can only be tampered with or modified by a constitutional amendment, that too under judicial review, ensuring a just, fair and reasonable resolution. എന്താ ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്നത്? മൗലികാവകാശമാണ് ഏറ്റവും ബേസിക്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവകാശങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ഒരു പവിത്രവും ഏറ്റവും സാങ്ക്ടിമോണിയസും ആയിട്ടുള്ള റൈറ്റാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലികാവകാശം. അതുകൊണ്ടാണ് അതെന്ത് ഗാർഡഡ് ബൈ ദി അപ്പെക്സ് കോർട്ട്, ഏറ്റവും ഉയർന്ന കോടതി, നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉയർന്ന കോടതി ഇതാ സുപ്രീം കോടതി. അതുകൊണ്ടാണ് സുപ്രീം കോടതി എന്ന മൗലികാവകാശത്തിനെ സംരക്ഷിക്കുന്നത്. ക്യാൻ ഓൺലി ബി ടാമ്പേർഡ് വിത്ത് ഓർ മോഡിഫൈഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഒരു ഭരണഘടനാപരമായ ഭേദഗതിയോടുകൂടി, പാർലമെൻറ്റിൽ ഒരു ഭരണഘടനാപരമായ ഭേദഗതിയോടുകൂടി മാത്രമേ അത് അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ജുഡീഷ്യൽ റിവ്യൂയുടെ അടിസ്ഥാനത്തിൽ. ആ ജുഡീഷ്യൽ റിവ്യൂവിൽ എന്താ? എൻഷുറിങ് എ ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ റെസൊല്യൂഷൻ. പ്രത്യേകം പറയാം, നിങ്ങൾ എന്തെങ്കിലും പോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മെയിൻസ് പരീക്ഷ, അത് KAS ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, PSC ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും മെയിൻസ് പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനോ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ എന്നുള്ള വാക്ക് എപ്പോഴും ഓർക്കണം. കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രീസിഡൻ്റ് ആണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റവും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥകൾ എങ്ങനെയാണ് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ലോയെ നോക്കിക്കാണുന്നത് എന്നുള്ള ആംഗിളിൽ ഈ ജസ്റ്റ്, ഫെയർ ആൻഡ് റീസണബിൾ എന്ന് പറഞ്ഞ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഞാൻ സബ്സീക്വൻ്റ് ആയിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചോ, ജസ്റ്റ് യു ജോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്. ഓക്കെ, ഞാനത് മൈൻഡിൽ പറയാം. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്, ഗാർഡഡ് ബൈ ദി അപ്പെക്സ് കോർട്ടാണ്, ക്യാൻ ഓൺലി ബി ടാമ്പേർഡ് വിത്ത് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ 368 ആർട്ടിക്കിൾ അനുസരിച്ച് പല ടൈപ്പ് നിയമങ്ങൾ എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ മാറ്റണം എന്നുള്ളതിന് പല 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 ഡിഫിനിഷനുണ്ട്. വിച്ച് മേക്സ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ട്? എ ബ്ലെൻഡ് ഓഫ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. റിജിഡും ആണ്, അതേസമയം ഫ്ലെക്സിബിളും ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ടു അണ്ടർ ജുഡീഷ്യൽ റിവ്യൂ. അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. അതേസമയം ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡ്സ് ഇമ്പോർട്ടൻസ് ഓൺലി ആഫ്റ്റർ ദി FR ഓൺ എ പ്രിഫറൻഷ്യൽ ബേസിസ്. എന്താ ലീഗൽ റൈറ്റ് എന്ന് പറയുമ്പോൾ മൗലിക അവകാശത്തിന് ശേഷമേ വരുള്ളൂ ലീഗൽ റൈറ്റ്. എനിക്കൊരു നിയമപരമായുള്ള അവകാശം എൻഫോഴ്സ്ഡ് ബൈ ഹൈക്കോർട്ട്സ് അണ്ടർ ആർട്ടിക്കിൾ 226 വിത്ത് ദ സ്കോപ്പ് ഓഫ് സുപ്രീം കോർട്ട് റിവ്യൂ കുഡ് ബി റെഗുലേറ്റഡ് വയ നോർമൽ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ്ലി സുപ്രീം കോടതിയിൽ പോവാം, എൻ്റെ മൗലികാവകാശം ലംഘിക്കപ്പെട്ട, കാരണം സുപ്രീം കോടതിയാണ് ഗ്യാരണ്ടർ ഓഫ് മൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ലീഗൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ലീഗൽ സിസ്റ്റത്തിൻ്റെ ഹയറാർക്കി ഇല്ലേ, അതിലൂടെ തന്നെ പോകണം. ഹൈക്കോടതിയാണ് എൻഫോഴ്സ് ചെയ്യുന്നത് അണ്ടർ ആർട്ടിക്കിൾ 226 വിത്ത് ദ സ്കോപ്പ് ഓഫ് SC റിവ്യൂ. എന്നാൽ സുപ്രീം കോടതി റിവ്യൂവിന് നമുക്ക് അപേക്ഷിക്കാമല്ലോ, സമർപ്പിക്കാമല്ലോ, അതിനുള്ള പ്രൊവിഷനുണ്ട്. പക്ഷെ അതെപ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ് ഏത് ഒരു പ്രിഫറൻസി വരുന്നോ അതുപോലെ വരുന്നില്ല. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ? ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ മാത്രമേ അത് മാറ്റാനോ, ഭേദഗതിയിലൂടെ മാത്രമേ മാറ്റാനോ എടുത്ത് കളയാനോ വേറെ എന്തും ചെയ്യാൻ പറ്റൂ. ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു നിയമം പാസ്സാക്കുന്ന പോലെ തന്നെ സഭകൾക്ക്, നിയമസഭയ്ക്കോ ലോക്സഭയ്ക്കോ അത് അതിൽ മാറ്റങ്ങൾ വരുത്തുകയോ മറിക്കുകയോ തിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് കുഡ് ബി റെഗുലേറ്റഡ് വയ നോർമൽ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ ഫണ്ടമെൻ്റൽ റൈറ്റിനകത്ത് എൻ്റെ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്റ്റേറ്റിന് എൻ്റെ പ്രോപ്പർട്ടിക്ക് മേലെ ഒരവകാശവും പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റേറ്റിന് എൻ്റെ പ്രോപ്പർട്ടിയിലൂടെ ഒരു പ്രൊജക്റ്റ്, ഒരു ഫ്ലൈ ഓവർ പ്രൊജക്റ്റ് കൊണ്ടുപോകണം. ആ ഫ്ലൈ ഓവർ പ്രൊജക്റ്റ് കൊണ്ടുപോകാനായിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നെങ്കിൽ സ്റ്റേറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വളരെ ബുദ്ധിമുട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേക അമെൻമെൻ്റൊക്കെ ചെയ്ത് കൊണ്ടുവരണം. അതേസമയം എന്ത് ചെയ്തു? എൻ്റെ ആ പ്രോപ്പർട്ടി റൈറ്റ് എന്ത് ചെയ്തു? നേരെ എടുത്ത് ലീഗൽ റൈറ്റ് ആക്കി 300A കൊണ്ടിട്ടു 44th അമെൻമെൻറ്റ് വഴി 1978. അപ്പോൾ ഇപ്പോൾ എന്തായി? സ്റ്റേറ്റിന് സാധാരണ നിയമം പാസ്സാക്കുന്ന പോലെ ഒരു നിയമം പാസ്സാക്കിയിട്ട് എൻ്റെ സ്ഥലം ഏറ്റെടുക്കാം. ഇതല്ലേ കേശവാനന്ദി ഭാരതി കേസിൽ സംഭവിച്ചത്? 1973 സംഭവിച്ചതാണ്.
ഇത് ലീഗൽ റൈറ്റ് ആവുന്നതിന് മുമ്പ് അല്ലേ, മൗലികാവകാശമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഭേദഗതി നടത്തി, അത് മൗലികാവകാശം അല്ലാതെ വന്നപ്പോൾ എന്തായി? ഇപ്പോൾ ഭൂപരിഷ്കരണ നിയമം പോലെ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ അതിനനുസരിച്ച് സ്ഥലം ഏറ്റെടുക്കാമെന്ന് വരും. മനസ്സിലായോ? അവിടെയാണ് അതിൻ്റെ എക്സാമ്പിൾ വെച്ചുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റും ലീഗൽ റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ പാർലമെൻ്ററി പ്രോസസ്സിലുള്ള ഡിഫറൻസ്. ഫണ്ടമെൻ്റൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ പറ്റുള്ളൂ. ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിയമനിർമ്മാണത്തിലൂടെ പറ്റും, നോർമൽ ലെജിസ്ലേഷൻ. പിന്നെ ഇമ്പോർട്ടൻസ് ഫണ്ടമെൻ്റൽ റൈറ്റിനാണ്, ലീഗൽ റൈറ്റിന് കുറവ് ഇമ്പോർട്ടൻസ് ആണ്. പിന്നെന്താ, ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഗ്യാരൻറ്റിയർ, അതിൻ്റെ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടാണ്. ലീഗൽ റൈറ്റിൻ്റെ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതികളാണ്. ഏത് ആർട്ടിക്കിളിൻ്റെ ബലത്തിൽ? ആർട്ടിക്കിൾ 226, അതും വിത്ത് ദ സ്കോപ്പ് ഓഫ് സുപ്രീം കോർട്ട് റിവ്യൂ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ വ്യക്തമായില്ലേ? ഓക്കെ, അടുത്തതിൽ പോവാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പിന്നെ നിങ്ങൾ വേറെ കാര്യം, ഞാൻ എല്ലായിടത്തും ഈ പാർട്ട് 3 എന്ന് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജി ഉണ്ട്. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളത് പിന്നെയും പാർട്ട് 3 എന്ന് കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആവും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് പോയിട്ട് ഒരു എക്സ്ട്രാ റിവിഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതെന്തിനാണ് പാർട്ട് 3 എന്ന് എഴുതി വെച്ചിട്ടുള്ള ആർക്കെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ലീഗൽ റൈറ്റും ഫണ്ടമെൻ്റൽ റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു. ഇനി നമ്മൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ കോടതിയല്ലേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ചില ടൂൾസ് കൊടുക്കുന്നുണ്ട്, ചില ഉപകരണങ്ങൾ, ചില ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കോടതികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ, കോടതികളുടെ ഇൻഡിപെൻഡൻറ്റ് വർക്കിങ്ങിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ചില ടൂൾസ് അല്ലെങ്കിൽ എങ്ങനെയാണത് ചെയ്യുന്നത് പറഞ്ഞല്ലോ. ഇവിടെ സെക്യൂരിറ്റി ഓഫ് ദ ടെന്യൂർ ഓഫ് ദ ജഡ്ജസിൻ്റെ ടെന്യൂർ എന്താണ്, അവരുടെ പേ എങ്ങനെയാണ്, അവർ റിട്ടയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം എന്നൊക്കെ നിഷ്കർഷിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇൻഡിപെൻഡൻസ്, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലേ. അതേസമയം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോടതിക്ക് അല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ മനസ്സിൽ ഉരുവിട്ട് പഠിക്കാതെ വേറെ തരമില്ല. ഏതൊക്കെയാണ്? പിന്നെ ഹേബിയസ്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയാൽ ഹേബിയസ് കോർപ്പസ്. ഇത് നിങ്ങൾ പത്രം വായിക്കുന്നവരാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് കുറേ, പത്രം വായിക്കുന്നവരല്ലേ സിനിമ കാണുന്നവരാണെങ്കിലും കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലും ഒരാൾ തട്ടിക്കൊണ്ടു പോകുമ്പോൾ കോടതിയിൽ പോയി നമ്മൾ ഹേബിയസ് കോർപ്പസാണ് കൊടുക്കുന്നത്. അപ്പോൾ തട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ നടക്കുന്നത് എന്താ? അൺലോഫുൾ ഡീറ്റൻഷൻ, നിയമപരമല്ലാത്ത തടഞ്ഞു വയ്ക്കൽ, അല്ലേ. എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നു, പൊതുവെ നിയമപരമല്ലാതെ എന്നെ പിടിച്ചു വയ്ക്കുന്നു, നിയമപരമല്ലാതെ തടഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ അതിനെതിരെ കോടതിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ഹേബിയസ് കോർപ്പസ്, ഇല്ലീഗൽ ഡിറ്റൻഷനെതിരെ, അന്യായമായി തടഞ്ഞു വയ്ക്കുന്നതിനെ സംബന്ധിച്ച്. പിന്നെ വരുന്നതാണ് മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് ഡ്യൂട്ടി ബൈ പബ്ലിക് ഓഫീസസ് ആൻഡ് ബോഡീസ്. അതായത് ഒരു പൊതുസ്ഥാപനമോ ഒരു പൊതുസ്ഥാപനത്തിൽ ഒരു പദവിയിലിരിക്കുന്ന ആളോ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാൻ പറയുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് പ്രൊഹിബിഷൻ. അതെന്താ പറഞ്ഞിരിക്കുന്നത്? റിമൈൻഡിങ് ലോവർ കോർട്ട്സ് ആൻഡ് ട്രിബ്യൂണൽസ് എബൌട്ട് ദെയർ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സുപ്രീം കോടതി എന്ന് വിചാരിക്കൂ, ഇപ്പോൾ ഹൈക്കോടതിയോ അതിന് താഴെയുള്ളൊരു കോടതിയോ അവരുടെ ജൂറിസ്ഡിക്ഷൻ, അവരുടെ അധികാരപരിധിയിൽ പെടാത്തൊരു കാര്യത്തിൽ ന്യായവിധി നിർണ്ണയിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ അത് ഓർമ്മപ്പെടുത്തുക, അവരതിൽ നിന്ന് തടയുക. അതാണ് പ്രൊഹിബിറ്റ് ചെയ്യുക ലോവർ കോർട്ട്സിനെ. അത് മാത്രമല്ല ട്രൈബ്യൂണൽസിന്, ഇപ്പോൾ ഹരിത ട്രൈബ്യൂണൽ ഒരു കേസ് പോകുന്നു, അവർക്ക് അതിനകത്ത് പാസ് ചെയ്യാൻ അവർക്ക് അതൊരു അധികാരം, അവർക്ക് അതിലൊരു നമ്മുടെ ജഡ്ജ്മെൻറ്റ് നടത്താൻ അധികാരം ഇല്ലാത്തൊരു പരിധിയിലുള്ളൊരു വിഷയത്തിൽ അവർ ജഡ്ജ്മെൻറ്റ് നടത്തുമ്പോൾ അവരുടെ ജൂറിസ്ഡിക്ഷൻ്റെ പുറത്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഓർമ്മപ്പെടുത്താനുള്ള അധികാരം സുപ്രീം കോടതിക്കോ മറ്റ് മേൽക്കോടതികൾക്കോ ഉണ്ട്. അതാണ് പ്രൊഹിബിഷൻ. പിന്നെ അവിടുന്ന് സെർഷ്യോർ അറിയുന്ന വരുന്നത് അതെന്ന് വെച്ചാൽ ക്വാഷ് ഓർഡർ അഗെയിൻസ്റ്റ് ലോവർ കോർട്ട് ജഡ്ജ്മെൻറ്റ്സ്. അറിയാമല്ലോ, താഴെയുള്ള കോടതികളുടെ ഓർഡർ ക്വാഷ് ചെയ്യുക, അവർ അവരുടേതായ ജൂറിസ്ഡിക്ഷനിൽ തന്നെ നിന്നുകൊണ്ട് അവർ പാസ് ചെയ്യുന്ന ഓർഡർ ഉണ്ടല്ലോ, അതിനകത്ത് സാധുത ഇല്ല എന്ന് കണ്ടുകൊണ്ട് ക്വാഷ് ചെയ്യുക. അതാണ് സെർഷ്യോറി എന്ന് പറയുന്നത്. പിന്നെന്താ? കോ വാറൻറ്റോ, ക്വസ്റ്റ്യനിങ് ദ ലീഗാലിറ്റി ഓഫ് എ പേഴ്സൺ ഹോൾഡിങ് പബ്ലിക് ഓഫീസ്. ഒരു പൊതു സ്ഥാപനത്തിൽ അദ്ദേഹം ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള നിയമനം വ്യാജമാണെന്നുള്ളൊരു ആരോപണം വന്നാൽ, അതിൻ്റെ തെളിവുകൾ വന്നാൽ, അതിൻ്റെ ഒരു ട്രയൽ വന്നു കഴിഞ്ഞാൽ
അത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഓർഡർ ചെയ്യാനുള്ളൊരു അധികാരം. അപ്പോൾ ഇത്ര അധികാരം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പരിപാലിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സെക്ഷൻ നിങ്ങൾ നോട്ട് ചെയ്യണം, ഡെഫിനറ്റ്ലി നോട്ട് ചെയ്യണം. കാര്യങ്ങൾ എന്താണെന്ന് എഴുതി വെക്കണം, വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം, കൂടെ റിവൈസ് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യണം. ഞാൻ ഈ നമ്മുടെ പോസ്റ്റ് സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് ഇടുന്ന കുറച്ച് നിന്നിട്ടുണ്ട്, പക്ഷേ ഡോൺ വറി, അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ആ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇത് പ്രത്യേകം പഠിച്ചോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കോടതിയെ എംപ്ലോയ് ചെയ്യുന്ന അല്ലെങ്കിൽ കോടതിയെ സഹായിക്കുന്ന ടൂൾസാണ് ഇതൊക്കെ. ഫസ്റ്റ് ഹേബിയസ് കോർപ്പസ്, ഇല്ലീഗൽ ഡിറ്റൻഷൻ. 2 മാൻഡമസ്, ഡ്യൂട്ടി നിർബന്ധമായിട്ട് ചെയ്യണം. 3 പ്രൊഹിബിഷൻ, താഴെയുള്ള കോടതികളും മറ്റ് ട്രിബ്യൂണൽസും അവരുടെ ജൂറിസ്ഡിക്ഷൻ, അവരുടെ നിയമപരിധി കുറിച്ച് ബോധവാനാവണം. പിന്നെ സെർഷ്യോററി, എന്താ താഴെയുള്ള കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് ക്വാഷ് ചെയ്യണം. കോ വാറൻറ്റോ, ക്വസ്റ്റ്യനിങ് ദ ലീഗാലിറ്റി ഓഫ് എ പേഴ്സൺ ഹോൾഡിങ് എ പബ്ലിക് ഓഫീസ്. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കണം. ഓക്കെ, അടുത്ത കാര്യത്തിലോട്ട് വരാം. ഇനി പ്രധാനമായിട്ടും നിങ്ങൾ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ട 2 ആർട്ടിക്കിളുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 14 തൊട്ട് 32 വരെ അല്ലേ, 18 ആർട്ടിക്കിളുകളിലായിട്ടാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പരന്ന് കിടക്കുന്നത്. അതിലോരോ സെക്ഷനെക്കുറിച്ചും ഞാൻ വിശദീകരിച്ചു. സെക്ഷനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 20 ആൻഡ് ആർട്ടിക്കിൾ 21 എന്നൊരു ആർട്ടിക്കിൾ അവിടെ വരുമല്ലോ. ഇതിന് രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. 20ഉം 21. അതെപ്പോഴാണ് ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ, ദേശീയ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 20യും 21 ഒഴിവാക്കും. അതിൽ നിന്ന് ആർട്ടിക്കിൾ 20യും 21 ഒഴിവാക്കും. കാരണം എന്താണെന്നറിയോ, അത് ഒരു മനുഷ്യന് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതൊരിക്കലും നമുക്ക് ടാമ്പർ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഇവിടെ താഴെ എഴുതിയിരിക്കുന്ന നോക്ക്. സിൻസ് ദീസ് റൈറ്റ്സ് ആർ ടു ബേസിക് ടു എ ഹ്യൂമൻ ആൻഡ് നീഡ് നോട്ട് നെസസറിലി ബി ഗിഫ്റ്റഡ് ത്രൂ എനി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റ്സ്, എക്സ്ക്ലൂഷൻ ഓഫ് ദീസ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് എമർജൻസി ഈസ് പ്രിസ്ക്രൈബ്ഡ്. ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ട അധികാരങ്ങളെ നമുക്ക് ഏത് തരത്തിലുള്ള അടിയന്തരാവസ്ഥയോ ഏത് തരത്തിലുള്ള നാഷണൽ സെക്യൂരിറ്റിയോ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കതിനെ തടയാൻ പറ്റുമോ? തടയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള നോർമലായി അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡോക്യുമെൻറ്റിലും തരുന്നൊരു കാര്യമല്ല ഒരു ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊരു രാജ്യത്തെ പൗരനല്ലെങ്കിൽ പോലും ഉണ്ടാകേണ്ട റൈറ്റാണത്. എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 20 നോക്കൂ. പ്രൊട്ടക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ മാറ്റേഴ്സ് റിഗാർഡിംഗ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്, എസ്പെഷ്യലി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപ്പഡി, സെൽഫ് ഇൻക്രിമിനേഷൻ ആൻഡ് എക്സ് പോസ്റ്റ് ഫാക്ടോ ലോസ്. അതായത് എന്നെ വിചാരണ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. എന്നെ ഒരു കുറ്റത്തിന് നിങ്ങൾ വിചാരണ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫെയർ ആയിട്ടായിരിക്കണം വിചാരണ ചെയ്യുന്നത്. വിചാരണ അല്ലേ, എന്നെ ഫെയർ ആയിട്ട് ട്രയൽ ചെയ്യണം. അതിലെന്താ പറയുന്നത്? എഗെയിൻസ്റ്റ് ഡബിൾ ജിയോപ്പഡി, ഒരേ കുറ്റത്തിന് ഡബിൾ ജിയോപ്പഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നിങ്ങൾ എഴുതി വെച്ചോ. ഡബിൾ ജിയോപ്പഡി എന്ന് വെച്ചാൽ ഒരേ കുറ്റത്തിന് 2 പ്രാവശ്യം തന്നെ വിചാരണ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല, അല്ലേ? സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഇല്ലാത്തപ്പോൾ ഒരു പെറ്റി കിട്ടുന്നു. ആ പെറ്റിയുടെ റെസിപ്റ്റ് നമുക്ക് കയ്യിൽ തരുമല്ലോ. നമ്മൾ വീണ്ടും ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു പറഞ്ഞ് രണ്ടാമതൊരു പെറ്റി അടിക്കാൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് അത് ഇങ്ങനൊരു കാര്യത്തിനെതിരല്ലേ ഇത്. അപ്പോൾ ആ ബേസിക് കാര്യം, ഒരേ കുറ്റത്തിന് 2 പ്രാവശ്യം എന്നെ വിചാരണ ചെയ്യാൻ പറ്റില്ല. പിന്നെ സെൽഫ് ഇൻക്രിമിനേഷൻ, എന്നെ സ്വയം ഫോഴ്സ് ചെയ്തിട്ട് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? യു കനോട്ട് ഫോഴ്സ്ഫുള്ളി കൺഫസ് മീ ഫോർ എ ക്രൈം. ഫോഴ്സ്ഫുള്ളി എന്നെ കൺഫസ് ചെയ്യിക്കാൻ പറ്റത്തില്ല. പിന്നെ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോസ്, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 2015 ഞാനൊരു പ്രവൃത്തി ചെയ്തു. 2018 ക്രിമിനൽ ലോ അനുസരിച്ച് അതൊരു കുറ്റമാണ് എന്ന് വിചാരിച്ച് എന്നെ ഇപ്പോൾ അതിന് ശിക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയുന്നത്. എക്സ് പോസ്റ്റ് ഫാക്ടോ ലോസ് അനുസരിച്ച് എന്നെ ശിക്ഷിക്കാൻ സാധിക്കില്ല. അതാണ് ആർട്ടിക്കിൾ 20. അപ്പോൾ ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ ഓർക്കുക, എന്നെ കൺവിക്റ്റ് ചെയ്യുന്നത്, അല്ലേ, എന്നെ വിചാരണ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അത് വളരെ ബേസിക് അല്ലേ. അത് അടിയന്തരാവസ്ഥ കാലത്ത് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ട. കാരണം ചുമ്മാ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്ന അടിയന്തരാവസ്ഥ കാലത്താണ്. നമുക്ക് രാജൻ കൊലക്കേസിനെ കുറിച്ചൊക്കെ അറിയാം. കേരളത്തിൽ പ്രമാദമായിട്ടുണ്ടായിരുന്നു, അല്ലേ? കോഴിക്കോട് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന രാജനെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് മർദ്ദനത്തിന് ഇരയാക്കി അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റൈറ്റ് അല്ലേ പോകുന്നത്? അതിനകത്ത് ഫെയർ ട്രയൽ ഇല്ലല്ലോ. ഫെയർ ട്രയൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അതിനകത്ത്.
അത് ജസ്റ്റ് എക്സ്ട്രീം കേസാണ്. അതല്ലാതെ തന്നെ വെറുതെ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ അത് ശരിയല്ല. അപ്പോൾ അങ്ങനെയുള്ള റൈറ്റുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് ഏതവസ്ഥയിലും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള റൈറ്റാണ് ആർട്ടിക്കിൾ 20. പിന്നെ വരുന്നത് എന്താ 21 പറയുന്നത് എൻഷുറിങ് എ ലൈഫ് വിത്ത് ഡിഗ്നിറ്റി വിച്ച് ഗിവ്സ് എ ലൈഫ് ദാറ്റ് എൻഷുവേഴ്സ് ക്ലീൻ ഹെൽത്തി എൻവയോൺമെൻറ്റ് വിത്ത് അഡിക്വേറ്റ് ലൈവ്ലിഹുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഡിഗ്നിറ്റി. ആക്ച്വലി കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബേസിക്കലി പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഡിഗ്നിറ്റിയോടുള്ളൊരു ലൈഫ് ഒരു ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ്, ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, അഡിക്വേറ്റ് ലൈവ്ലിഹുഡ്, നല്ലൊരു ജോലി, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഇമ്പോർട്ടൻറ്റ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞ സബ് ക്ലോസിലാണ്. അപ്പോൾ അതും നിങ്ങൾ ഓർക്കണം. ആർട്ടിക്കിൾ 21A ആണ് കേട്ടോ, ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ആണ്. അതും ഓർത്ത് വെച്ചോളുക. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻഡിവിജ്വലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ 20യും 21 ഏത് സമയത്തും, അത് എമർജൻസിയുടെ കാലഘട്ടമാണെങ്കിൽ പോലും ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് അലൈവ് ആൻഡ് ഇൻടാക്ട് ആൻഡ് അൺടച്ച്ഡ് എന്നുള്ള ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആർട്ടിക്കിൾ 20യും 21 ഓർക്കുക. 21-നകത്താണ് 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതൊന്നും ഓർക്കുക. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താ, നമ്മൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ ഇതൊക്കെ പിന്നെയും വരും. അപ്പോൾ നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് ഇത് കുറച്ച് നമ്മുടെ മൈൻഡിൽ മനനം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അപ്പം പഠിക്കുമ്പോൾ കൂടുതൽ ശക്തിയോടുകൂടെ നമ്മുടെ മൈൻഡിലത് ഉറച്ചിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് കാര്യത്തിൽ പോവാം. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ അദ്ദേഹം ഒരു ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ആ ഡൗട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ലെറ്റ് മീ സീ. സൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഇത്രയും ഓക്കെ അല്ലേ റെസൊല്യൂഷൻ? ഓക്കെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇപ്പോൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണോ ഫോളോ ചെയ്യുന്നത് ആഫ്റ്റർ മനേകാ ഗാന്ധി കേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ആക്ച്വലി. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇന്ത്യ എന്താണ്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് അല്ലേ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. US ഫോളോ ചെയ്യുന്നത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നാണ്. കാരണം ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ പറയുന്നത് സെനറ്റോ കോൺഗ്രസ്സോ ഏത് തരത്തിലുള്ള നിയമം പാസ്സാക്കിയാലും കാര്യമില്ല, അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡിയൽസിനോട് ചേർന്നതായിരിക്കണമെന്ന് ചെക്ക് ചെയ്യുന്ന ആരാ? അമേരിക്കയിൽ കോടതിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ നിയമമാണെങ്കിലും പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിന് വാലിഡിറ്റി ഉണ്ട്, അതിൻ്റെ പ്രൊട്ടക്ഷനാണ്. എന്നിരുന്നാലും ഇതിൽ വേറെ ഒരു ചെറിയ വ്യത്യാസം ആണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഞാനതിപ്പോൾ പറയാൻ വിട്ടുപോയതാണ്, കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ. പക്ഷെ അത് നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആ കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഈ 1978 മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസ് നടന്നു. ആ കേസിന് ശേഷം എന്ത് സംഭവിച്ചു എന്നാണ് ഇതിലുള്ള മെയിനായിട്ടൊരു കാര്യം. അതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നോ, ഇന്ത്യ സ്റ്റിൽ ഫോളോസ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ബിക്കോസ് ഫോർമലി ഇറ്റ് ഈസ് സ്റ്റിൽ ഡിഫൈൻഡ് ആസ് സച്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഡോണ്ട് യൂസ് ദ ടേം ഡ്യൂ പ്രോസസ് ഓഫ് ലോ, but Maneka Gandhi judgment has affected the way in which it is implemented by interpreting the laws through a lens of being fair, just and reasonable. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ 3 വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ. സോ ഇൻ പ്രാക്ടീസ് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഡൈലൂട്ടഡ് വേർഷൻ ഓഫ് ഡ്യൂ പ്രോസസ് ഫോളോഡ് ഇൻ ദ US. ബട്ട് സിൻസ് വി ആർ സ്റ്റഡിയിങ് പോളിറ്റി ആസ് എ സബ്ജക്റ്റ്, വി ഷുഡ് ഗോ വിത്ത് ദ ടേംസ് ഡിഫൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണ്. പക്ഷേ മനേകാ ഗാന്ധി കേസിന് ശേഷം ഈ പറഞ്ഞ 3 വാക്കുകൾ എന്താ? ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ. ഫെയർ ആൻഡ് ജസ്റ്റ് ആൻഡ് റീസണബിൾ ആയിരിക്കണം. പാർലമെൻറ്റ് പാസ് ചെയ്യുന്ന ഏത് ലോയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെയും ഇവിടുത്തെ ജുഡീഷ്യറിയുടെയും ഡ്യൂട്ടി. ബട്ട് ആ ലോസ് എന്ന് പറഞ്ഞാൽ അത് ഫെയർ ആയിരിക്കണം, ജസ്റ്റ് ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം അല്ലേ. അല്ലാതെ പാർലമെൻറ്റിനൊരു പരമാധികാരം ഒരുപാട് പോകുന്ന രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഏത് ലോയും അവിടെ പാസ്സാവും എന്നുള്ള ഒരു അവസ്ഥ വരും. അപ്പം മനേകാ ഗാന്ധി കേസിന് 1978 ശേഷം അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു രീതി, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ജുഡീഷ്യൽ പ്രീസിഡൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഈ മലയാളത്തിൽ കറക്റ്റ് വാക്കറിയില്ല അതിൻ്റെ. നീതിന്യായ എനിക്കറിയില്ല, പ്രസിഡൻറ്റിൻ്റെ കറക്റ്റ് മലയാളം വാക്ക് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു നടപ്പ്, നാടൻ ഭാഷ പറഞ്ഞാൽ നടപ്പ്, ഒരു നാട്ടു നടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു നടപ്പ് സംവിധാനം എസ്റ്റാബ്ലിഷ് ആയി. ആ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റ് പാസ് ചെയ്യുന്ന ലോസ്, ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ പാലിക്കും. പക്ഷേ അത് റീസണബിൾ, ജസ്റ്റും ഫെയറും ആയിരിക്കണം. ഇനി വേറൊരു കാര്യം,
നമ്മൾ ഇന്ത്യൻ പോളിറ്റി എക്സാംസിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെ ടേംസാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ടേംസ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോ ഇൻ പ്രാക്ടീസ് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഡൈല്യൂട്ടഡ് വേർഷൻ ഓഫ് ഡ്യൂ പ്രോസസ് ഫോളോഡ് ഇൻ ദ US. അതായത് തത്വത്തിൽ US ഫോളോ ചെയ്യുന്ന ഡ്യൂ പ്രോസസ് ഓഫ് ലോയുടെ ഒരു ഡൈല്യൂട്ടഡ് വേർഷനാണ്. ഡൈല്യൂട്ടഡ് വേർഷൻ എന്ന് വെച്ചാൽ വീര്യം കുറഞ്ഞ വേർഷനാണ്. ബട്ട് സിൻസ് വി ആർ സ്റ്റഡിങ് പോളിറ്റി ആസ് എ സബ്ജക്റ്റ് വി ഷുഡ് ഗോ വിത്ത് ദ ടേംസ് ഡിഫൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ നിർവചിച്ചിരിക്കുന്ന ടേംസ് ഉപയോഗിച്ച് തന്നെ നമ്മൾ എന്താണ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. വെയിറ്റ് ഓക്കെ. അപ്പോൾ എന്താണ് മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ സംഭവിച്ചത്? ഇതാണ് മനേകാ ഗാന്ധിയുടെ പാസ്പോർട്ട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ഇമ്പൗണ്ട് ചെയ്ത് വെച്ചു. അതിനുള്ള കാരണം അവർ ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞില്ല. അപ്പോൾ അത് പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് ആ പ്രൊവിഷൻ ആ ലോ അനുസരിച്ച് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു കേസിന് പോയതിന് ശേഷം അങ്ങനെയല്ല, പാർലമെൻറ്റ് പാസ്സാക്കുന്ന ലോസ് ആണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതുകൂടെ കണക്കിലെടുക്കണമെന്നത് സുപ്രീം കോടതി വിധിച്ചു. അതുകൊണ്ടാണ് മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. കോർട്ട് ഹെൽഡ് ദാറ്റ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ in Article 21 did not merely mean any enacted law, but a procedure that is fair, just and reasonable, incorporating the principles of natural justice and procedural due process. മനസ്സിലായോ? നാച്ചുറൽ ജസ്റ്റിസ് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു നീതി ഉണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയുന്നതിനപ്പുറം അത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് ജസ്റ്റും ഫെയറും റീസണബിളും ആയിരിക്കണം ഏത് പാർലമെൻറ്റ് ലോയും. അപ്പോഴേ ഈ ആർട്ടിക്കിൾ 21 പറഞ്ഞിരിക്കുന്നത്, അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ആർട്ടിക്കിൾ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ ആർട്ടിക്കിൾ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന ആ കോൺസെപ്റ്റ് സമ്പൂർണ്ണമാവുള്ളൂ എന്നുള്ളൊരു ഹിസ്റ്റോറിക് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ എമർജൻസി ടൈമിൽ എക്സെപ്ഷൻ ഉള്ളതാണ് ആർട്ടിക്കിൾ 21. അതായത് ആർട്ടിക്കിൾ 21 പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഉള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫുള്ളി പ്രൊസീജിയർ അത് കണ്ണും പൂട്ടി ഫോളോ ചെയ്യുക എന്നുള്ളതല്ല, ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ ആയ രീതിയിലായിരിക്കണം ആ നിയമനിർമ്മാണമെന്ന് കോടതി പറഞ്ഞു. ഏതിൽ? 1978 മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ. ഓക്കെ. അപ്പോൾ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നോക്കിയത്. ഇനി നമ്മൾ അടുത്ത ഫീച്ചറായിട്ടുള്ള പാർട്ട് 4 കിടക്കുന്നു. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആ പേരിൽ തന്നെയുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സ്റ്റേറ്റ്, രാജ്യത്തെ സംവിധാനം, രാജ്യത്തെ ഭരണഘടന പോളിസി നിർണ്ണയിക്കുന്നു. അല്ലേ? ഒരു ഭരണ പോളിസി നിർണ്ണയിക്കുന്നു. അതിനുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതിനുള്ള മാർഗ്ഗനിർദ്ദേശം, അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അല്ലേ? അപ്പോൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് എ ഡയറക്റ്റീവ്, ഇറ്റ് ഈസ് നോട്ട് എ ലോ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡർ. അതൊരു ഉത്തരവോ അല്ലെങ്കിൽ ഒരു നിയമമോ അല്ല, അതൊരു ഡയറക്റ്റീവാണ്, നിർദ്ദേശമാണ്. അപ്പോൾ ഒരു ഉത്തരവും നിയമവും ഒരു നിർദ്ദേശവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഉത്തരവ് നിയമം എന്ന് വെച്ചാൽ പാലിക്കപ്പെടണം, ഇറ്റ് ഹാസ് ടു ബി എൻഫോഴ്സ്ഡ്. ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് പാലിക്കപ്പെടാനല്ല, അത് മാർഗ്ഗനിർദ്ദേശം. നിങ്ങളൊരു ഗൈഡായിട്ടാണല്ലേ. നാളെ രാവിലെ 7 മണിക്ക് എണീക്കാൻ ശ്രമിക്കൂ എന്നും, അല്ലെങ്കിൽ ദിവസവും രാവിലെ 7 മണിക്ക് എണീക്കാൻ ശ്രമിക്കൂ എന്നും, ഇനിയൊരു ദിവസവും 7 മണിക്ക് എണീച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ഇല്ല എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമില്ലേ? അതാണ് ലോയും ഡയറക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും നമ്മൾ ലോ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. ഒരു കാര്യം അനുസരിക്കണം, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ, അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ലോ. ഡയറക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാർഗ്ഗദീപം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അത് പാർട്ട് 4 അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചറാണ്. മനസ്സിലായി? അത് നിയമം മൂലം നടപ്പിലാക്കാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. പറ്റാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം അതല്ല, നിയമം മൂലം അത് നടപ്പിലാക്കപ്പെടണം എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിൻസിപ്പിൾസ് ദാറ്റ് ആക്ട് ആസ് എ ലീഡിംഗ് ലൈറ്റ് ഗിവിംഗ് ഡയറക്ഷൻ ആൻഡ് പർപ്പസ് ടു ദ ഗവേണൻസ് ഓഫ് ദ കൺട്രി. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഭരണത്തിനുള്ള ഒരു മാർഗ്ഗദീപം, ഒരു ലീഡിംഗ് ലൈറ്റായിട്ടാണ് അത് വർത്തിക്കുന്നത്. അപ്പോൾ സീക്സ് ടു എസ്റ്റാബ്ലിഷ് എ വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമ രാജ്യം, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് സീക്സ് ടു എസ്റ്റാബ്ലിഷ്. ആ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ ഒരു ഷെയ്ഡ്സൊക്കെ സോഷ്യലിസത്തിലും ഉണ്ട്. മനസ്സിലായോ? കാരണം എല്ലാവർക്കും നീതി, എല്ലാവരെയും അപ്ലിഫ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് ഈ സാമൂഹ്യ
സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, വിധവ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, അതുപോലെ തന്നെ വളരെ വീക്കായിട്ടുള്ള ആൾക്കാർക്കുള്ള പെൻഷൻസ്, അല്ലെങ്കിൽ അവർക്കുള്ള ഇപ്പോൾ ലഡ്ലി ബഹൻ യോജന, അങ്ങനെ ഒരുപാട് യോജനാസ് ഉണ്ടല്ലോ. ഈ ദാരിദ്ര്യത്തിലുള്ളവർക്ക് ഗ്യാസിൽ സബ്സിഡി അങ്ങനത്തെ ഒരുപാട്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ വെൽഫെയർ സ്കീം പോളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഉദ്ദേശമാണ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇമ്പോസസ് എ മോറൽ ഒബ്ലിഗേഷൻ ടു ദ സ്റ്റേറ്റ്. ഒരു എന്താ പറയുക, ഒരു മൊറാലിറ്റി, ഒരു സ്റ്റേറ്റ്, ധാർമ്മികം അല്ലേ, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിൻ്റെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അത് നിയമപരമായിട്ടുള്ള ഒരു വാക്യമല്ല, അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ. എടുക്കുന്ന നയങ്ങളൊക്കെ തന്നെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് അനുസരിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു നയമാണ് വരുന്നത്. അത് പാർട്ട് 4 നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ശേഷം ഉടനെ വരുന്ന പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാർട്ട് 4ഉം പാർട്ട് 3യും തമ്മിലൊരു വടംവലി നടന്നിട്ടുണ്ട്. അത് ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ പാർട്ട് 4ഉം പാർട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേഴ്സസ് DPSP, അല്ലെങ്കിൽ പാർട്ട് 3 വേഴ്സസ് പാർട്ട് 4 എന്ന് നമുക്ക് പറയാം. അത് ചരിത്രത്തിൽ എന്താ നടന്നിട്ടുള്ളതെന്ന് അത് പരിശോധിക്കണമെങ്കിൽ 1980 മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസുണ്ട്. മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ കേസിൻ്റെ വിധിന്യായത്തിലാണ് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് കോടതി ഒരു ജഡ്ജ്മെൻറ്റ് നടത്തിയത്. ആ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫൗണ്ടഡ് ഓൺ ദ ബെഡ് റോക്ക് ഓഫ് ദ ബാലൻസ് ബിറ്റ്വീൻ പാർട്സ് 3 and 4. To give absolute primacy to one over the other is to disturb the harmony of the constitution. അതായത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് 3ഉം പാർട്ട് 4ഉം തമ്മിൽ പരസ്പര പൂരകങ്ങളായിട്ട് വർത്തിച്ച് അവ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ, മനസ്സിലായോ, ഒന്നിന് മറ്റൊന്നിൻ്റെ മേളിൽ അമിതമായ ഇമ്പോർട്ടൻസ് ഇല്ലാതെ വർത്തിച്ചു വരുന്നൊരു ഭരണഘടനയാണ്. അതുകൊണ്ട് പാർട്ട് 3ക്ക് പാർട്ട് 4ൻ്റെ മേളിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നോ പാർട്ട് 4ന് പാർട്ട് 3യുടെ മേളിൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പാർട്ട് 3യും പാർട്ട് 4ഉം തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ നമ്മൾ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, പാർലമെൻറ്റും ജുഡീഷ്യറിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കുറിച്ചൊരു വെളിച്ചം തന്നത്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ തന്നെ പാർട്ട് 3യും പാർട്ട് 4ഉം തമ്മിലുള്ള ഭാഗങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു വെളിച്ചം തരുന്നൊരു വിധിന്യായമാണ് 1980 മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ആ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞതാണ്. ഇനി അത് എന്താണ് സംഭവം നമുക്ക് നോക്കാം. അതായത് മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. കർണാടകയിലെ മിനർവ ടെക്സ്റ്റൈൽ മിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ടെക്സ്റ്റൈൽ സ്ഥാപനം. ഓക്കെ, അപ്പോൾ ഈ 1980 മുമ്പുള്ള സമയങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണം ഉണ്ടല്ലോ. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഭരണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഒരുപാട് ബാങ്കുകൾ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്, ദേശസാൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങൾ നാഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് സോവിയറ്റ് പോളിസിയിലോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 1974 പാസ്സായ ആക്റ്റാണ് സിക്ക് ടെക്സ്റ്റൈൽസ് അണ്ടർടേക്കിംഗ് നാഷണലൈസിങ് ആക്ട്. ആ പേരിൽ തന്നെ ഉണ്ട്, സിക്ക് ടെക്സ്റ്റൈൽസ്, അതായത് രോഗം വന്ന് കിടക്കുന്ന ടെക്സ്റ്റൈൽ എന്ന് വെച്ചാൽ വളരെ സാമ്പത്തികമായിട്ട് മോശാവസ്ഥയിൽ കിടക്കുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ അതിനെ അണ്ടർടേക്ക് ചെയ്ത് നാഷണലൈസ് ചെയ്യുന്നത്. അത് 1974. അതിനനുസരിച്ച് ഈ കർണാടകയിലെ മിനർവ മിൽസ് ഏറ്റെടുക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ ഇതിനെതിരെ ഇവരുടെ ആർട്ടിക്കിൾ 32 ഉപയോഗിച്ചുകൊണ്ട് കോടതിയിൽ പോയി. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അല്ലേ, കോടതിയിൽ പോയ സമയത്ത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ് ക്ഷമിക്കണം, ആ ഒരു ഓർഡറിൽ പറഞ്ഞുതരാണ്. അപ്പോൾ മിനർവ മിൽസ് കോടതിയിൽ പോയി. 1974 ഈ സമയം. അപ്പോൾ 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിധിന്യായം നടന്നു. അതിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കോടതി പറഞ്ഞു. എന്താണ്? പാർലമെൻറ്റ് നിയമങ്ങൾ പാസ്സാക്കാം, പക്ഷേ ഇത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഘടനയെ അട്ടിമറിച്ചുകൊണ്ടുള്ള പരിപാടിയൊന്നും നടക്കത്തില്ല എന്ന് കോടതി പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു ഇവർ? 1976 42nd അമെൻമെൻറ്റ് ആക്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന നമ്മുടെ
അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അടുത്ത ഉടനെ നടന്ന അമെൻമെൻ്റാണ് 42nd അമെൻമെൻറ്റ് ആക്ട്. ആ 42nd അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് ഇവരെന്താ ആർട്ടിക്കിൾ 368(4), 5 എന്ന് 2 എക്സ്ട്രാ ക്ലോസുകൾ അതിനകത്തോട്ട് ആഡ് ചെയ്തു. ആർട്ടിക്കിൾ 368(4), 5 എന്ന് എക്സ്ട്രാ ക്ലോസുകൾ ആഡ് ചെയ്തു. ഈ മിനർവ മിൽസ് ഇതിനെതിരെ കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞു ഈ 368(4)ഉം 5ഉം എടുത്ത് മാറ്റിക്കോ, കാരണം അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. എന്തുകൊണ്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവുന്നത്? അപ്പോഴാണ് നമ്മുടെ പോയിന്റിൽ വരുന്നത്. എന്താ? ഇറ്റ് ഗേവ് DPSP's ഇമ്പോർട്ടൻസ് ഓവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾക്ക് എന്താ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മേളിൽ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ 368(4)ഉം 5ഉം പാസ് ചെയ്തിരിക്കുന്നത്. ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ 42ാമത്തെ അമെൻമെൻറ്റിലൂടെ. അതുകൊണ്ട് അതെടുത്ത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ജഡ്ജ്മെൻറ്റ് എന്താ 4:1 മെജോറിറ്റിയിലാണ് പാസ്സായത്. അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ജഡ്ജി എന്ന് പറഞ്ഞാൽ PN ഭഗവതിയാണ്. ഓക്കെ, അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അധികാരത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ മിനർവ മിൽസ് ഇങ്ങനെ കേസിന് പോയപ്പോൾ പറഞ്ഞു നിങ്ങൾ 368(4), 368(5) എന്നീ ആർട്ടിക്കിളുകൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അപ്പോൾ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ വന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോടതി 1980 മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലും വിധിന്യായം പ്രസ്താവിച്ചത്. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അതുകൊണ്ട് അത് എടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ക്ലിയർ ആയല്ലോ. എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളണം, പോസ് ചെയ്തിട്ട് എഴുതി വെച്ചോളണം. എഴുതി വെച്ചില്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് കേട്ട് എഴുതി വെച്ചോളണം. അപ്പോൾ അതിനനുസരിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എന്താ, ഈ കേസ് അനുസരിച്ച് ഡിഫൈനായി പാർട്ട് 3യും പാർട്ട് 4ഉം, അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSPയും തമ്മിലുള്ള റിലേഷനും എന്താ ഡിഫൈൻഡായി. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഗോൾ സെറ്റ് ഔട്ട് ഇൻ പാർട്ട് 4, ഒരു മിനിറ്റ്, ദ ഗോൾ സെറ്റ് ഔട്ട് ഇൻ പാർട്ട് 4 ഹാവ് ടു ബി അച്ചീവ്ഡ് വിതൗട്ട് അബ്രഗേറ്റിംഗ് ദ മീൻസ് പ്രൊവൈഡഡ് ഫോർ ബൈ പാർട്ട് 3. മനസ്സിലായോ? പാർട്ട് 4ൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ, നമുക്കൊരു ക്ഷേമരാജ്യം ഉണ്ടാക്കാനുള്ള നിർദ്ദേശക തത്വങ്ങളാണ്, മാർഗദീപങ്ങളാണ്. അതിനുള്ള ആ മാർഗത്തിനുള്ള എന്താണ് ആ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിനുള്ള മാർഗങ്ങളാണ് ഇത് പാർട്ട് 3യിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഈ മാർഗങ്ങളെ നമുക്കെന്താ മാറ്റാൻ പറ്റില്ല. മാർഗം ഏതായാലും ലക്ഷ്യം ഒന്നാം മതി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. പക്ഷേ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഈ മാർഗങ്ങൾ മാറ്റാൻ പറ്റില്ല. കാരണം നമ്മളൊരു യുദ്ധത്തിലല്ലോ, നമ്മൾ സ്വന്തം ജനതയുടെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മഹാഭാരത യുദ്ധത്തിലല്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്താ ഈ പറഞ്ഞ പോലെ ലക്ഷ്യം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാനുള്ള മാർഗ്ഗങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അബ്രഗേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. സോ ദസ് ദർ ഈസ് നോ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദീസ് ആർ മെൻറ്റ് ടു സപ്ലിമെൻറ്റ് വൺ അനദർ. ഇതിൽ ഒന്ന് വേറൊന്നിനേക്കാൾ മുകളിലോ ഒന്ന് വേറൊന്നിനെ വിരുദ്ധമായതോ ഒന്നുമല്ല. ഇത് രണ്ടും സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കേണ്ടതാണ് എന്ന സ്റ്റാൻഡേർഡ് ജുഡീഷ്യൽ പ്രസിഡൻറ്റ് വന്നത് എപ്പോഴാണ്? മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അതേതാ? 1980. അത് ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് പറഞ്ഞ് 368, 4ലും 5ലും. കാരണം ഈ 368ലാണ് എപ്പോഴും പ്രശ്നം. 368ലാണ്, അതായത് ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ ആർക്കൊക്കെ എതിർക്കാം, ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് ഈ 368 കിടക്കുന്നത്. അതുകൊണ്ട് ഈ 368 വന്ന് ഭയങ്കര ഹോട്ട് ടോപ്പിക്, ജുഡീഷ്യറിയും പാർലമെൻറ്റും ആയിട്ടുള്ള വടംവലിയിൽ. അപ്പോൾ ഈ 368 കൊണ്ടുവന്ന 4ഉം 5ഉം 4ൽ പറഞ്ഞ് 368(4)ൽ 368 സബ് ക്ലോസ് 4 നിങ്ങൾ നോട്ട് ചെയ്തോ. അവർ ആക്ച്വലി പറഞ്ഞത് അൺലിമിറ്റഡ് പവർ ടു അമെൻഡ് ആണ്. നിയന്ത്രണം ഇല്ലാത്തത്രയും പവർ എത്ര വേണമെങ്കിലും അമെൻഡ് ചെയ്യാനുള്ളത്. ഈ 368(5)ൽ പറഞ്ഞ എന്തായിരുന്നു അറിയോ? അങ്ങനെ അമെൻഡ് ചെയ്യുന്നത് ജുഡീഷ്യറി ചോദിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ എക്സാക്ട് വേർഡ്സ് ഇങ്ങനെയല്ല, പക്ഷേ അതിൻ്റെ ഇൻറ്റൻഷൻ അങ്ങനെയാണ്. 368(4) അനുസരിച്ച് ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ അൺലിമിറ്റഡ് ആയിട്ട് അമെൻഡ് ചെയ്യും. 368(5) അനുസരിച്ച് അത് ജുഡീഷ്യറി ചോദിക്കാൻ പാടില്ല. അപ്പോൾ അതൊരു ഓവർ ആർച്ചിങ് പവറിലോട്ട്, ഒരു വളരെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ട്, ഇൻക്രീസിങ് ആയിട്ടൊരു പവറിലോട്ട് പാർലമെൻറ്റ് പോകുന്നു എന്ന് കണ്ടപ്പോൾ ജുഡീഷ്യറി ചെക്ക് വെച്ചതാണ് മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1980. അപ്പോൾ മനസ്സിലായല്ലോ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയാണ് ഇതുവഴി ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ DPSP മനസ്സിലായി. ഇനി എന്താ വരുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ്, മൗലിക കർത്തവ്യങ്ങൾ. പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമുക്ക് അവകാശങ്ങളുള്ള പോലെ നമുക്ക് കർത്തവ്യങ്ങളുണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്. നത്തിങ് കംസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്, റൈറ്റ്? നമുക്ക് അവകാശമുണ്ട്, പക്ഷെ നമുക്ക് സ്റ്റേറ്റിനോടൊരു ഡ്യൂട്ടിയും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്
ഏകാധിപത്യ കാലത്തെ ജനനം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ സമൂലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ആ 75-ലെ എമർജൻസിയും അതിൻ്റെ പിന്നാലെ നടന്ന കാര്യങ്ങളുമാണ്. അല്ലെങ്കിൽ ആ കേശവാനന്ദ ഭാരതി കേസ് നടന്ന 73 അതിന് പിന്നാലെ കുറച്ച് നടന്ന വർഷങ്ങളിലുമാണ്. കാരണം അന്നാണ് സെൻസിറ്റീവ് ഏരിയാസിനെ ടച്ച് ചെയ്യാൻ നോക്കിയത്. ഭരണഘടനയെ ശരിക്കും മാറ്റിമറിക്കാൻ നോക്കിയ സമയം അതാണ്. നന്നായിട്ട് കുറച്ചൊക്കെ മാറ്റിയതും ആ സമയത്താണ്. ഓക്കെ, റീസെൻറ്റ് ഹിസ്റ്ററിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ആ കാലഘട്ടത്തിൽ ജനിച്ചാണ്. അപ്പോൾ ഏകാധിപത്യ കാലത്തെ ജനനമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി. നമ്മളെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്ന എപ്പോഴാണ് സ്റ്റേറ്റ് നമ്മുടെ മേലെ കൺട്രോൾ ചെയ്യുമ്പോൾ. നമ്മുടെ മേലെ കൺട്രോൾ ചെയ്ത് എപ്പോഴാണ്? ഏകാധിപത്യ സമയത്ത്, അടിയന്തരാവസ്ഥ സമയത്ത്. ആ അടിയന്തരാവസ്ഥ സമയത്ത് സംഭവമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഏകാധിപത്യ കാലത്തെ ജനനം. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 4 51A എന്ന് പറഞ്ഞൊരു സെക്ഷനിലാണ്, 51A എന്ന് പറഞ്ഞൊരു ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ആ DPSPയുടെ എന്താണ് കുറച്ച് വേറൊരു എക്സ്റ്റൻഷൻ പോലെ, DPSPയുടെ ഭാഗമല്ല, അതിനെ ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. DPSP പാർട്ട് 4 അപ്പോൾ ഇത് പാർട്ട് 4 51A ഒരു 11 ഡ്യൂട്ടീസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നന്നായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കാം. അപ്പോൾ എന്താ പറഞ്ഞ പോലെ 1976 42ാമത്തെ അമെൻമെൻറ്റ് ആക്ട്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമെൻമെൻറ്റ്, 42ാമത്തെ അമെൻമെൻറ്റ് 1976 അനുസരിച്ചിട്ടാണ് ആ ഇൻറ്റേർണൽ എമർജൻസിയുടെ സമയത്താണിത് വന്നത്. വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ഓഫ് ഇൻറ്റേർണൽ എമർജൻസി 1975-77, എനാക്റ്റഡ് അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻ ഓഫ് സ്വരൺ സിംഗ് കമ്മിറ്റി. അതൊന്ന് നോട്ട് ചെയ്ത് ഓർമ്മിച്ച് വെച്ചാൽ മതി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ് എനാക്ട് ചെയ്തത്. പിന്നെന്താ 2002 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടെ വന്നു. ഇത് എഴുതിയ തെറ്റിയതാണ്, ഇതിങ്ങനെ വായിച്ചാൽ മതി. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഫോർ പാരൻസ് ഓർ ഗാർഡിയൻസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ദെയർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 6 and 14. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ആർട്ടിക്കിൾ 21A വന്നു. എന്താ ആർട്ടിക്കിൾ ആ അമെൻമെൻറ്റ് അനുസരിച്ച് തന്നെയാണ് ആർട്ടിക്കിൾ 21A വന്നത്. 21Aക്കകത്ത് എന്താ ഉള്ളത്? ഫ്രീ എഡ്യൂക്കേഷൻ. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഫണ്ടമെൻ്റൽ റൈറ്റായി അല്ലേ? അപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഒരു റൈറ്റ് ആയില്ലേ? അപ്പോൾ അത് കൊടുക്കേണ്ട ആൾക്കൊരു ഡ്യൂട്ടി അല്ലേ? അപ്പോൾ അതും അവിടെ വന്നു. അങ്ങനെ ഓർത്താൽ മതി. 86th അമെൻമെൻറ്റ് 2002 എന്താ ആർട്ടിക്കിൾ 21Aയുടെ കൂടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും വന്നു. അങ്ങനെ ഓർത്താൽ മതി. എന്താ? ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഫോർ പാരൻസ് ഓഫ് ഗാർഡിയൻസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ദെയർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 6 and 14. അപ്പോൾ ഓക്കെ, ഇനി എന്താ? ലൈക്ക് DPSP's ഡ്യൂട്ടീസ് ആർ ഓൾസോ നോൺ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ. മനസ്സിലായോ? DPSP പോലെ തന്നെ ഈ ഡ്യൂട്ടീസും എന്താണ്? നോൺ ജസ്റ്റിഷ്യബിളാണ്. അത് വന്നിട്ട് നമുക്ക് നിയമം മൂലം നടപ്പിലാക്കണം എന്ന് പറയാൻ പറ്റില്ല. ഡ്യൂട്ടീസ് അത് പൗരന്മാർക്കുള്ള മാർഗരേഖയാണ്. DPSP നിർദ്ദേശക തത്വങ്ങൾ എങ്ങനെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എക്സിക്യൂട്ടീവിനും ഒരു മാർഗ്ഗനിർദ്ദേശമാവുന്നത്, അതുപോലെ തന്നെ സ്റ്റേറ്റിനോട് നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഉള്ള മാർഗ്ഗനിർദ്ദേശമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അത് നിയമം മൂലം ചെയ്യാൻ പറ്റില്ല. ഇവ പറഞ്ഞ പോലെ എന്താ, ഇപ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ ഹോം സ്കൂൾ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സർക്കാർ സ്കൂൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് കൊണ്ട് ചേർക്കാൻ ഞാൻ തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് ജയിലിടാനോ എന്നെ വിചാരണ ചെയ്യാനോ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ജസ്റ്റിഷ്യബിൾ അല്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും DPSPസും പാർട്ട് 4 വരുന്ന DPSPസും പാർട്ട് 4 51A വരുന്ന ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ജസ്റ്റിഷ്യബിൾ അല്ല. ഓക്കെ, നിയമത്തിൻ്റെ ഇതിൽ വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് എന്താ? സെക്യുലർ സ്റ്റേറ്റ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു പോസിറ്റീവ് സെക്യുലറിസം, നെഗറ്റീവ് സെക്യുലറിസം. ഇന്ത്യ എന്നതൊരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാം. പിന്നെ വേറൊരു കാര്യം, സെക്യുലർ എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഞാൻ പറയാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൻ്റെ സെക്യുലറിസത്തിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്കൊരു മൈൻഡിലൊരു കൺഫ്യൂഷൻ വരും. എന്താണ് സെക്യുലറിസം? മതം ഇല്ലാത്തതാണോ? എല്ലാ മതങ്ങളെയും സ്വാംശീകരിക്കുന്നതാണോ സെക്യുലറിസം എന്ന്? അതിനുള്ള സിമ്പിൾ ഉത്തരവാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് സെക്യുലറിസം ആണെന്നുള്ള ഉത്തരം. ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ? പോസിറ്റീവ് സെക്യുലറിസം ആണ്. അതെന്ന് പറഞ്ഞാൽ പല വെസ്റ്റേൺ രാജ്യങ്ങളും വെസ്റ്റേൺ ഡെമോക്രസീസും അഡാപ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ ഇവിടെ ഈ കൊടിയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫ്രാൻസും അമേരിക്കയൊക്കെ തന്നെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ആസ്പെക്റ്റ് ഓഫ് സെക്യുലറിസത്തിൽ നിന്നും വ്യത്യാസമാണ്. അപ്പോൾ അതെന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജെമിനിയിൽ നിന്ന് എടുത്താൽ കേട്ടോ, ഇത് ഞാൻ എഴുതിയതൊന്നുമല്ല. അപ്പം നിങ്ങളോട് പറയുക ചില കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ AI നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് അതുപോലെ നിങ്ങളോട് പറയണമല്ലോ, അതുപോലെ പറഞ്ഞത്. അപ്പോൾ പോസിറ്റീവ് സെക്യുലറിസം എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ മോഡലാണ്.
എന്താണ് കോർ കോൺസെപ്റ്റ്? ഈക്വൽ റെസ്പെക്റ്റ് ഫോർ ഓൾ റിലീജിയൻസ്. എല്ലാ മതങ്ങൾക്കും തുല്യമായ ബഹുമാനം. അതാണ് സർവധർമ്മ സമഭാവന. ഹിന്ദിയിൽ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം എന്നാണ്. അപ്പോൾ അതാണ് സർവധർമ്മ സമഭാവന. ദ സ്റ്റേറ്റ് സപ്പോർട്ട്സ് ഓൾ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഈക്വലി. അതേസമയം നെഗറ്റീവ് സെക്യുലറിസം എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് ചർച്ച്, റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ്. ചർച്ചും സ്റ്റേറ്റും തമ്മിൽ എന്താ ഒരു നല്ല സെപ്പറേഷൻ ഉണ്ട്. ദ സ്റ്റേറ്റ് മെയിൻറ്റെയിൻസ് എ വാൾ ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ഓൾ റിലീജിയസ് മാറ്റേഴ്സ്. പിന്നെന്താ സ്റ്റേറ്റ് റിലീജിയൻ റിലേഷൻഷിപ്പ്, പ്രിൻസിപ്പിൾഡ് ഇൻ്റർവെൻഷൻ. ഇത് ആക്ച്വലി ഞാൻ കൂടുതൽ വായിക്കുന്നില്ല, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. കൂടുതൽ വായിച്ച് ഞാൻ അതിൻ്റെ സമയം കളയുന്നില്ല. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങളായിട്ട് തന്നെ വായിച്ചാൽ മതി. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സെക്യുലറിസം ആണ്. പോസിറ്റീവ് വേർഡിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും എല്ലാ മതങ്ങളോടും ബഹുമാനവും എല്ലാ മതങ്ങളെയും കൺസിഡർ ചെയ്യുന്നതാണ് ഫിലോസഫിയിൽ. നെഗറ്റീവ് സെക്യുലറിസം ഫ്രാൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് സെപ്പറേഷനാണ്. സർക്കാരും മതങ്ങളും തമ്മിലുള്ള സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഉണ്ട്. അവിടെ മതങ്ങളെ ബഹുമാനിക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റ് പ്രത്യേകം ഇല്ല. മനസ്സിലായോ? മതങ്ങളെ ബഹുമാനിക്കുക എന്നുള്ള പ്രത്യേക ആസ്പെക്റ്റ് ഇല്ല. അത് നിങ്ങൾ ഓരോ ഇൻസ്റ്റൻസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പൊളിറ്റിക്കലല്ല ഇൻസ്റ്റൻസസ്. അപ്പോൾ നിങ്ങളിത് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് റീഡ് ചെയ്ത് നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. അതാണ് സെക്യുലറിസത്തിൻ്റെ നേച്ചർ. ഇന്ത്യയുടെ പോസിറ്റീവ് സെക്യുലറിസം ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പോലെ തന്നെ ഈ സെക്യുലർ എന്ന കോൺസെപ്റ്റ് ഏകാധിപത്യ കാലത്ത് തന്നെയാണ് ജനിച്ചത്. കോൺസെപ്റ്റ് അല്ല, അത് ഭരണഘടനയിൽ എഴുതി വെച്ചത് ഏകാധിപത്യ കാലത്താണ്. ഇപ്പോൾ സെക്യുലർ നേച്ചർ ഭരണഘടനയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് 1950 തൊട്ടുണ്ട്. നമ്മൾ റിപ്പബ്ലിക് ആയപ്പോൾ തൊട്ട് സെക്യുലർ നേച്ചർ ഉണ്ട്. പക്ഷേ അത് ഡിഫൈൻ ചെയ്ത് ഭരണഘടനയുടെ പ്രിയാമ്പിളോട്ട് എഴുതി വെച്ചത് നമ്മുടെ എമർജൻസി ടൈമിലെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976 തന്നെയാണ് എഴുതി വെച്ചത് പ്രിയാമ്പിളിൽ. അതുകൊണ്ടാണ് എന്താണ് ഈ 42nd അമെൻമെൻറ്റിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില ബേസിക് ഘടനകൾ മാറിയല്ലോ. കേശവാനന്ദ ഭാരതി കേസിൽ മാറ്റരുത് എന്ന് പറഞ്ഞാൽ മാറിയല്ലോ. അപ്പം മാറിയതനുസരിച്ച് വന്ന ഒരു വാക്കാണ് സെക്യുലറിസം. ആ സെക്യുലറിസം എന്താണ് പല പല ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ കാണുന്ന ആർട്ടിക്കിളുകളിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത്. ഇതൊക്കെ നമുക്ക് വായിച്ച് പോയാൽ പോരാ, മനസ്സിലാവുമല്ലോ. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ. മതപരമായിട്ടുള്ള വേർതിരിവ് പാടില്ല. ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺസ് ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. അല്ലേ, പൊതു സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലോ എംപ്ലോയ്മെൻറ്റ് ഉദ്യോഗം കൊടുക്കുന്നതിൽ സെക്യുലർ ആയിട്ടുള്ള നേച്ചറല്ലേ, മതപരമായുള്ള വിവേചനം ഇല്ലല്ലോ. അതാണ് ആർട്ടിക്കിൾ 16. പിന്നെന്താ ആർട്ടിക്കിൾ 25 വരും. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ഏത് മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 26 എവറി റിലീജിയസ് ഡിനോമിനേഷൻ ഓർ എനി ഓഫ് ഇറ്റ്സ് സെക്ഷൻസ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് റിലീജിയസ് അഫയേഴ്സ്. സ്വന്തമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനും നിർണ്ണയിക്കാനും ഒക്കെ ആർട്ടിക്കിൾ 26. ഇപ്പോൾ ദേവസ്വം, വഖഫ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. പിന്നെന്താ നോ പേഴ്സൺ ഷാൽ ബി കമ്പൽഡ് ടു പേ എനി ടാക്സസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് എ പർട്ടിക്കുലർ റിലീജിയൻ. ആർട്ടിക്കിൾ 27. ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയോ ഒരു NGOയോ ഒരു മിഷനറി ആയിട്ട് പ്രവർത്തിക്കാമെന്ന് വിചാരിക്കും. ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രചരണത്തിനുള്ളൊരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു ടാക്സോ കാര്യങ്ങളോ വരില്ല എന്നുള്ളത് ആർട്ടിക്കിൾ 27. പിന്നെന്താ നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ബൈ ദ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 28 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് പൊതുവായിട്ട് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോ മതപരമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികളോ അത് ഉൾക്കൊള്ളിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അല്ലേ. പിന്നെ ആർട്ടിക്കിൾ 29 എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺസ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസർവ് ഇറ്റ്സ്. ഇവിടെ താഴെയുണ്ട്, ഇത് പോകുന്നില്ല ഈ ഒരു ഹൈലൈറ്റിംഗ്. ഓക്കെ, എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസർവ് ഇറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ. അത് ആർട്ടിക്കിൾ 29. അതുകൊണ്ട് ഒരു സെക്ഷൻ, അതിപ്പോൾ മതപരമായോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടോ ഒരു കൾച്ചറായിട്ടുള്ള ഒരു സെക്ഷൻ ആയിക്കോട്ടെ, അവരുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അവരുടെ ലാംഗ്വേജോ കൾച്ചറോ അവരുടെ സ്ക്രിപ്റ്റ് അത് പ്രിസർവ് ചെയ്യാനുള്ള അധികാരവും അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ സെക്യുലർ ആയിട്ടുള്ള നേച്ചറിനെ എടുത്തു കാണിക്കുന്ന ആർട്ടിക്കിൾസാണ് ഇതൊക്കെ. അത് വായിച്ചു പോയെന്നേ ഉള്ളൂ. എങ്ങനെയാണ് സെക്യുലറിസം ഇംപ്ലിമെൻ്റ് ആവുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ഇതിൻ്റെ കൂടുതൽ ഇൻ ഡീറ്റെയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആർട്ടിക്കിൾസ് നമ്മൾ മറ്റു പല ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കടന്നു ചെല്ലും. അപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 44 മാറ്റി എഴുതി വെച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടംപററി ആയിട്ട് ഒരുപാട് കേൾക്കുന്ന സാധനമാണ് UCC വരും, യൂണിഫോം സിവിൽ കോഡ് വരും,
യൂണിഫോം സിവിൽ കോഡ് വരും എന്നുള്ളത്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 44 എടുത്ത് മാറ്റി എഴുതി വെച്ചത്. നിങ്ങൾ നോട്ട് ചെയ്തോ, UCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു സെക്യൂർ ഫോർ ഓൾ ദ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ്. എല്ലാ സിറ്റിസൺസിനും ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം എന്നുള്ളത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പ്രത്യേക ഘടകങ്ങൾ കൊണ്ട് അത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ വേണമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും പ്രൈമറി കേസ് എടുത്ത വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പല പേഴ്സണൽ ലോസ് അനുസരിച്ചാണ് നടക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഹിന്ദു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു പേഴ്സണൽ ലോ, മുസ്ലിം വിവാഹം മുസ്ലിം പേഴ്സണൽ ലോ, അങ്ങനെയാണ് നടക്കുന്നത്. അവ ചില സമയത്ത് ഇതിൻ്റെ ദുരുപയോഗം വരും. കാരണം മുസ്ലിം ലോ അനുസരിച്ച് എനിക്ക് മനസ്സിലാക്കുന്ന പണ്ട് നടന്ന ഒരുപാട് കേസുകൾ 80s-ലും 90s-ലും നടന്ന ഒരുപാട് കേസുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ അയാളുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെ അയാൾക്ക് വേറൊരാളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾ മുസ്ലിമായിട്ട് മതം മാറിയതിന് ശേഷം വേറൊരാളെ കല്യാണം കഴിക്കുകയും എന്നിട്ട് താനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോയാണ് തനിക്ക് ബാധകമാവുന്നത് കാണിച്ചുകൊണ്ട് മറ്റേ വിവാഹം അസാധുവാക്കാതിരിക്കാനും നോക്കും. അപ്പോൾ ഇതൊരു ദുരുപയോഗമാണല്ലോ. കാരണം മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ദേ ആർ പെർമിറ്റഡ് ടു ഹാവ് മോർ ദാൻ വൺ വൈഫ്. ഹിന്ദു പേഴ്സണൽ ലോ അനുസരിച്ച് അങ്ങനെ പറ്റില്ല. ഡിവോഴ്സ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റൊരു ഭാര്യയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ലീഗൽ കോംപ്ലിക്കേഷൻസും ഒരുപാട് പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാ ആൾക്കാരെയും ഒരേ രീതിയിൽ ഭരിക്കണം. ഇപ്പോൾ നമ്മൾ റോബർട്ട് ക്ലൈവ് നടത്തിയ പോലെ മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക നിയമം, ഹിന്ദുക്കൾക്കൊരു പ്രത്യേക നിയമം എന്ന കാലഘട്ടത്തിലല്ലല്ലോ ജീവിക്കുന്നത്. നമ്മൾ പുതുതായിട്ടുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മതപരമായിട്ടുള്ള സെക്ഷൻസ് ഓഫ് സൊസൈറ്റിക്കും ഒരേപോലെ വരുന്ന രീതിയിൽ യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെനറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് ആർട്ടിക്കിൾ 44 ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോ, ആർട്ടിക്കിൾ 44 UCC എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ വളരെ കണ്ടംപററി ഇമ്പോർട്ടൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതും സെക്യുലർ നേച്ചർ കൊണ്ടുവരാനുള്ള സാധനമാണ്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഈ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ മേ ബി നമ്മൾ നെഗറ്റീവ് സെക്യുലറിസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നെങ്കിൽ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെ അല്ലേ. കാരണം നമുക്ക് റിലീജിയസ് സെൻസിറ്റിവിറ്റിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. യൂണിഫോം സിവിൽ കോഡ് എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണം, അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ അത് നടപ്പാക്കുമ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കാര്യം വിട്ടുപോയി, ആർട്ടിക്കിൾ 30 ഒന്നുമില്ല, മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൈൻഡിൽ ചിന്തിക്കുമ്പോൾ ആർട്ടിക്കിൾ 30 എന്ന് ചിന്തിക്കുമ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറി സ്കൂൾസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദു സ്കൂൾസ്, മുസ്ലിം സ്കൂൾസ്, അതൊക്കെ മൈൻഡിൽ വെച്ചാൽ മതി. അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 30. സോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മൈൻഡിൽ വെച്ചു, ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾ മൈൻഡിലിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ ആ ക്ലാസ് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ എഴുതാനും പറ്റും. അപ്പോൾ സെക്യുലർ സ്റ്റേറ്റ് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഞാൻ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. 18 വയസ്സായ എല്ലാവർക്കും അവരുടെ ജാതി, മതം, വർണ്ണം, വർഗം, സാമ്പത്തിക സ്ഥിതി ഇതിനെല്ലാം ഒന്നും ബാധിക്കാത്ത രീതിയിൽ അവർക്ക് വോട്ടവകാശം ഉണ്ട്. അതാണ്. പിന്നെ ഈ വാക്ക് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻടു ദ 90s അലോങ് വിത്ത് ദ ടീൻസ്, അത് ഞാൻ ചുമ്മാ എഴുതി വെച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1988 മുമ്പ് വരെ 21 വയസ്സായിരുന്നു മിനിമം ഏജ്. 21 വയസ്സായിരുന്നു മിനിമം ഏജ് വോട്ട് ചെയ്യാനുള്ളത്. 1988 61ാമത്തെ അമെൻമെൻറ്റ് വന്നതോടുകൂടി ആണ് 18 വയസ്സിലോട്ട് വന്നത്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഈസി ട്രിക്കായിട്ടാണ് ഞാൻ ഈ ഇൻടു ദ 90s അലോങ് വിത്ത് ദ ടീൻസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 18 എന്ന് പറഞ്ഞാൽ ടീനേജ് അല്ലേ, 21 ടീനേജ് അല്ലല്ലോ. 18 എന്ന് പറഞ്ഞാൽ ടീനേജാണ്. അപ്പോൾ 90കളിലോട്ട് കടക്കുമ്പോൾ നമ്മളൊരു പുതിയ ഇന്ത്യ അല്ലേ, നമ്മുടെ സാമ്പത്തിക ചരിത്രത്തിൽ, എക്കണോമിക് ചരിത്രത്തിലൊരു പുതിയ ഇന്ത്യയാണ് അല്ലേ. ലിബറലൈസേഷനൊക്കെ നടന്ന് എക്കണോമിക്കലായിട്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസിൽ നിന്നൊക്കെ പൊങ്ങി വന്നൊരു പുതിയ ഇന്ത്യയാണ്. ആ പുതിയ ഇന്ത്യയിലോട്ട് പോകുമ്പോൾ പുതിയ കുറച്ച് വോട്ടർമാർ, അവർ ടീനേജാണ്. അതാണ് ഇൻടു ദ 90s അലോങ് വിത്ത് ദ ടീൻസ്. 1988 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിലൂടെയാണ് അത് വന്നത്. എനിക്കറിയാം 88 കഴിഞ്ഞ് 89 90 ഉണ്ട്. പക്ഷേ പൊതുവേ നമ്മളൊരു കാലഘട്ടം എന്ന് പറയുമ്പോൾ 90കളിലോട്ടല്ലേ കിടക്കുന്നത്, 88കൾ കഴിഞ്ഞ്. അപ്പോൾ 90കളിലോട്ട് കടന്നപ്പോൾ 18 വയസ്സുള്ളവരും വോട്ടർ ലിസ്റ്റിൽ വന്നു. അത് 61st അമെൻമെൻറ്റിലൂടെയാണ് വന്നത്. ആ കാര്യം മാത്രം ഓർത്താൽ മതി. ഓക്കെ. പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ് അറിയാമല്ലോ, അതൊരു ഫീച്ചറാണ്. ദർ ഈസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് throughout the territory of India, the Indian citizenship. Unlike in the US, where you would be a citizen of both a state and the federation, the subject of India would be an Indian citizen regardless of the state he is hailing from.
എവറി സിറ്റിസൺ എൻജോയ്സ് ദ സെയിം സെറ്റ് ഓഫ് റൈറ്റ്സ് ആൻഡ് ഷെയർസ് ദ സെയിം സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളൊരു തമിഴ്നാട്ടുകാരനാണെങ്കിലും നിങ്ങളും ഞാനും ഇന്ത്യൻ സിറ്റിസണാണ്. നിങ്ങൾ തമിഴ്നാടിൻ്റെ സിറ്റിസൺ, ഞാൻ കേരളത്തിൻ്റെ സിറ്റിസൺ, അങ്ങനെയില്ല. എനിക്കുള്ള അതേ റൈറ്റ് തന്നെയാണ് നിങ്ങൾക്കുള്ളത്, എനിക്കുള്ള അതേ ഡ്യൂട്ടീസ് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ യു എസിൽ വ്യത്യാസമുണ്ട്. ഒരാളിപ്പോൾ ടെക്സസിലാണെങ്കിൽ ടെക്സസിലൊരു പ്രത്യേക ലോ ഉണ്ടാവും. ബട്ട് ഞാൻ ടെക്സസിലാണ് ജീവിക്കുന്നത്. അവിടെ എനിക്ക് യു എസിലെ സെക്കൻഡ് അമെൻമെൻറ്റ് അനുസരിച്ച് എനിക്ക് തോക്ക് കൊണ്ടു നടക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ടെക്സസിൽ ചിലപ്പോൾ ഓപ്പണായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും, ചിലപ്പോൾ ന്യൂയോർക്കിൽ ഓപ്പണായിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരോ സ്റ്റേറ്റിനനുസരിച്ച് ഓരോ നിയമമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതേസമയം ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ ഒരു സിംഗിൾ സിറ്റിസൺ ആണ്. വി ആർ നോട്ട് ഡിഫറെൻറ്റ് സിറ്റിസൺസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്, വി ആർ ദ സിറ്റിസൺസ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ചില രാജ്യങ്ങൾക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ രാജ്യത്തെ സിറ്റിസൺഷിപ്പും ഈ സിറ്റിസൺഷിപ്പും കൂടി കൊണ്ടു നടക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ത്യക്ക് അതില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വേറൊരു രാജ്യത്തെ നാച്ചുറലൈസേഷൻ പ്രക്രിയയ്ക്ക് അവസാനം ആ രാജ്യത്തെ സിറ്റിസൺ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇൻവാലിഡ് ആവും. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്, അല്ലേ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാനത് ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവം മനസ്സിലാവും. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ഇലക്ഷൻസ് നടത്തുന്നത്. UPSC, അല്ലേ, സ്റ്റേറ്റ് PSCകൾ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അല്ലേ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. രാജ്യത്തിൻ്റെ പൈസ കണക്ക്, രാജ്യത്തിൻ്റെ കണക്ക് പിള്ളയാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഹീസ് ദ ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്ന് പറയും. എഴുതണമെങ്കിൽ എഴുതി വെച്ചോ, ഹീസ് ദ ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG. അതുപോലെ തന്നെ സ്റ്റേറ്റിനുള്ള AGs, നിയമോപദേശകർ. അതുപോലെ തന്നെ GST കൗൺസിൽ, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ ഇവരൊക്കെ ഇൻഡിപെൻഡൻറ്റ് ബോഡീസാണ്. അപ്പോൾ ഇവരൊരു സർക്കാരിൻ്റെ കീഴിലോ മറ്റ് ജുഡീഷ്യറിയുടെ കീഴിലോ അങ്ങനെയല്ല, ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം. കാരണം അതിൻ്റെ നേച്ചറിൽ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ബോഡിയാണ്, അല്ലേ. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചായ്വോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ ചായ്വോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറിയുടെ താല്പര്യത്തിനോ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടല്ലോ. അവർക്ക് അവരുടേതായ അധികാരങ്ങളുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് എംപ്ലോയ്മെൻറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുള്ളത്. ഇപ്പോൾ PSC വന്നിട്ട് ഭരിക്കുന്ന സർക്കാരിൻ്റെ അടിയിലായ ശരിയാവോ? ഇല്ല. അപ്പം ഭരിക്കുന്ന സർക്കാരിൻ്റെ അടിയിലായാലും നിയമനങ്ങളിൽ പ്രശ്നങ്ങൾ വരും, രാഷ്ട്രീയപരമായിട്ടുള്ള ചായ്വുകൾ ഒക്കെ വരും, അല്ലേ. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും UPSCയും PSCയും അങ്ങനെയുള്ള ഇൻഡിപെൻഡൻറ്റ് ബോഡീസൊക്കെ ഇന്നും വിശ്വസ്തമായ ഏജൻസികളാണ്, അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദീസ് ബോഡീസ് ത്രൂ വേരിയസ് പ്രൊവിഷൻസ് ലൈക്ക് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ, ഫിക്സഡ് സർവീസ് കണ്ടീഷൻസ്, എക്സ്പെൻസസ് ബീങ് ചാർജ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, സോ ഓൺ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻഡിപെൻഡൻസ് നിലനിർത്തുന്നത് ഇങ്ങനെയാണ്. കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു PSCയുടെ ചെയർമാൻ അദ്ദേഹത്തിനോട് പറയുകയാണ്, നിങ്ങൾ റിട്ടയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പദവി തരാം എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അയാൾ പ്രവർത്തിക്കില്ലേ? അതിനെതിരെയാണുള്ളത് ഇവിടെ എഴുതിയിരിക്കുന്ന ഫിക്സഡ് സർവീസ് കണ്ടീഷൻ. ആ ഫിക്സഡ് സർവീസ് കണ്ടീഷൻ ആയിരിക്കും നേരത്തെ സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞ പോലെ റിട്ടയർ ആയതിനു ശേഷം ഇന്നത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ക്ലീൻ ആയില്ലേ? പിന്നെന്താ, എക്സ്പെൻസസ് ബീങ് ചാർജ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ഡീൽ ചെയ്യുക. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും സസ്പെൻഡ് ചെയ്ത് തട്ടുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് അതിൻ്റെ ഇൻഡിപെൻഡൻസ് നിലനിർത്താനായിട്ട് നോക്കുന്നത്. ഓക്കെ, അതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചറാണ്. പിന്നെ വരുന്ന എമർജൻസി പ്രൊവിഷൻസ്. ഈ എമർജൻസി പ്രൊവിഷൻസ് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു രീതിയാണ്. അതിൻ്റെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ് എമർജൻസി പ്രൊവിഷൻസ്. എമർജൻസി പ്രൊവിഷൻസ് നമുക്കറിയാം, നമ്മൾ പ്രധാനമായിട്ടുള്ള രീതിയിൽ 3 കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്ന് നാഷണൽ എമർജൻസി, പിന്നെ സ്റ്റേറ്റ് എമർജൻസി, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫൈനാൻഷ്യൽ എമർജൻസി. അതായത് ദേശീയമായ അടിയന്തരാവസ്ഥയുണ്ട്, സ്റ്റേറ്റിൻ്റെ അടിയന്തരാവസ്ഥയുണ്ട്, സാമ്പത്തികമായ അടിയന്തരാവസ്ഥയുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ഈ 4 ആർട്ടിക്കിളുകളായിട്ട് വിചാരിച്ചാൽ മതി. നിങ്ങൾ വിചാരിക്കേണ്ട ആർട്ടിക്കിളുകൾ ഫസ്റ്റ് 352. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ വെറുതെ ഒരു ചോദിക്കാം, 368 ആർട്ടിക്കിൾ, 368 എന്തിനെക്കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അറിയുമെങ്കിൽ കമൻറ്റിൽ പറയൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അവിടെ ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356, 65, പിന്നെ 360. അപ്പോൾ നാഷണൽ, സ്റ്റേറ്റ്, ഫിനാൻഷ്യൽ. ഇതിൽ തന്നെ ഈ ആർട്ടിക്കിൾ 356, 365 കണ്ടോ,
അവസാനത്തെ 56 65 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന സാധനമാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. അപ്പോൾ മാറിക്കളിക്കുന്ന സാധനം സ്റ്റേറ്റ് എമർജൻസിയായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പോൾ അത് സെറ്റായേ 356 365. ബാക്കി പിന്നെ 352 360 നോക്കിയാൽ പോരെ. അപ്പോൾ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസിയിൽ എന്താ വരുന്നത്? ഓൺ ദ ഗ്രൗണ്ട് ഓഫ് വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റെബല്യൻ. അതായത് ഇന്ത്യക്കകത്തൊരു സായുധ വിപ്ലവമോ ഭയങ്കരമായ രീതിയിൽ പുറത്തുനിന്നുള്ളൊരു ഭയങ്കര വാറോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം. മനസ്സിലായോ? നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ എന്താ, ഫുൾ കൺട്രോൾ യൂണിയൻ്റെ കീഴിൽ പോവും, കേന്ദ്ര ഗവൺമെൻറ്റിൽ പോവും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. പിന്നെന്താ സ്റ്റേറ്റ് എമർജൻസി. സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുമ്പോൾ പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം എന്നൊക്കെ നമ്മൾ കേട്ടില്ല. രാഷ്ട്രപതി ഭരണം വരണം, സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു നോക്കുക. അതിതാണ്. അത് ഈ പറഞ്ഞ പോലെ 356 365 അങ്ങോട്ട് ഇങ്ങോട്ടും 2 നമ്പറുണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. 356 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മെഷീനറിയുടെ ഫെയിലിയർ വന്നാൽ 356 ആക്റ്റീവ് ആവും, പ്രസിഡന്റ് റൂൾ വരും. ഇനി 365 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ 365 ആക്റ്റീവ് ആവും. അത് മനസ്സിലായാലും 356 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലെ ഭരണഘടനാപരമായ നിർവഹണം തകർന്നാൽ, 365 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണ് പാലിക്കുന്നതിൽ വീഴ്ച വരുന്നില്ലെങ്കിൽ. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന നമ്പർ സ്റ്റേറ്റ്. പിന്നെ വരുന്നത് എന്താ, ഫൈനാൻഷ്യൽ എമർജൻസി. എന്താ ഫൈനാൻഷ്യൽ എമർജൻസി? 360. ഫൈനാൻഷ്യൽ എമർജൻസി ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ത്രെറ്റ് ടു ദ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ. സാമ്പത്തികമായ അടിയന്തരാവസ്ഥ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ക്രെഡിറ്റിനോ സാമ്പത്തികമായ അടിത്തറയ്ക്കോ കോട്ടം തട്ടിയാൽ. അപ്പോൾ 352 356 360 ഓർക്കുക, നാഷണൽ സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ. അതാണ് പറയുന്നത്. ദിസ് ട്രാൻസിഷൻ ഫ്രം ഫെഡറൽ നേച്ചർ ടു എ യൂണിറ്ററി സിസ്റ്റം ഡ്യൂറിങ് എ ക്രൈസിസ് ഈസ് എ യുണീക്ക് ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സ്റ്റേറ്റ് ഫെഡറൽ തത്വങ്ങളിൽ നിന്ന് നേരെ യൂണിറ്ററി രൂപത്തിലോട്ട് മാറുന്നത്, ഒരു യൂണിയൻ രൂപത്തിലോട്ട് മാറുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ്. ഒരു വളരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മാത്രമുള്ളൊരു ഫീച്ചറാണ്. അതുകൊണ്ടാണ് എന്താ ഫെഡറലും അല്ല എന്നാൽ വലിയ യൂണിയനിസ്റ്റും അല്ല, ഇതിന് രണ്ടിൻ്റെ ഇടയിലാണെന്ന് പറയാൻ കാരണം അതേസമയം പ്രൊപ്പോർഷണലായിട്ട് യൂണിയൻ കൺട്രോൾ അധികമാണ് വെൻ തിങ്സ് ഹിറ്റ് ദ ഫാൻ, അല്ലേ? അപ്പോൾ എമർജൻസി പ്രൊവിഷൻ മനസ്സിലായല്ലോ, നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ ഉള്ളതാണ് 3 ടയർ ഗവൺമെൻറ്. 3 ടയർ ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഭരണ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഞാൻ നമ്മളോട് പറഞ്ഞു, നമ്മുടെ ജോഗ്രഫിക്കൽ വാസ്റ്റ്നെസ്, നമ്മുടെ ഭൂവിസ്തൃതിയുടെ ഒരു പരപ്പളവ് അനുസരിച്ച് പല സംസ്ഥാനങ്ങളിലെ പല പ്രദേശങ്ങളിലെ പല റീജിയൻസിന് പല രീതിയിലുള്ള ആവശ്യങ്ങളായിരിക്കും. ഇതൊക്കെ നമുക്ക് ഡൽഹിയിൽ ഇരുന്നുകൊണ്ടോ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടോ മദ്രാസിൽ ഇരുന്നുകൊണ്ടോ ചെയ്യാൻ പറ്റും ഇല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് 3 ടയർ ആയിട്ടുള്ള സിസ്റ്റം കൊണ്ടുപോകുന്നത്, ത്രിതല സിസ്റ്റം. ഈ ത്രിതല സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ 1992 എന്ന് പറഞ്ഞ വർഷം മനസ്സിലോർത്താൽ മതി. ഓക്കെ, ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് 1992 എന്ന് വന്ന് പറഞ്ഞ വർഷവും 2 ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റും എന്താണ്, 72nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും 74th കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ തെറ്റുണ്ട്, 72nd അല്ല, വെയിറ്റ് അത് ക്ലിയർ ചെയ്യാം ഞാനിപ്പോൾ തന്നെ. 73rd ആണേ, തെറ്റ് പറ്റിയതാണ്. ഒരു മിനിറ്റ്. അപ്പോൾ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും 1992 വർഷവും. അപ്പോൾ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന പഞ്ചായത്താണ്, നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ എന്താ 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം, ത്രിതല പഞ്ചായത്ത് സിസ്റ്റം വന്നു. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഫോർ ദ സ്റ്റേറ്റ്സ് ടു ഡിസൈഡ്, അതുകൊണ്ട് താഴെ എഴുതിയിരിക്കുന്നില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ത്രിതല പഞ്ചായത്ത് വന്ന സമയത്ത് തന്നെ ഈ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് പഞ്ചായത്ത്, നമ്മൾ ബ്ലോക്ക് എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ കേരളത്തിൽ ഈ സിസ്റ്റം ഉണ്ട്, രാജ്യത്ത് ത്രൂ ഔട്ട് ഈ സിസ്റ്റം അല്ല. രാജ്യത്ത് ത്രൂ ഔട്ട് പല പല സ്ഥലത്ത് പല പല ടൈപ്പ് പഞ്ചായത്തേ ഉള്ളൂ. ചിലപ്പോൾ 2 ടയർ ആയിരിക്കും, ചിലപ്പോൾ 3 ടയർ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ബേസിക് സ്ട്രക്ചറിനകത്ത് നിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് ഈ പഞ്ചായത്സും മുനിസിപ്പാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായ ചാപ്റ്ററുണ്ട്, പെസ ആക്ടിനെ കുറിച്ചൊക്കെ പറയുന്നത്. അത് എത്തുമ്പോൾ ഞാനത് കൂടുതൽ ഡിഫൈൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, 1992 ആണ് ഈ അമെൻമെൻറ്റ് വന്നത്. 73rd അനുസരിച്ച് പഞ്ചായത്ത് വന്നു, അത് പാർട്ട് 9 ഷെഡ്യൂൾ 11 ആണ്. 74th അനുസരിച്ച് മുനിസിപ്പാലിറ്റി വന്നു, അത് പാർട്ട് 9A ഷെഡ്യൂൾ 12 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ,
ഈ പറഞ്ഞ പോലെ എന്താ മുനിസിപ്പാലിറ്റി എന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് മുനിസിപ്പാലിറ്റീസ് ഇൻറ്റു 3 ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ. നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഈ പറഞ്ഞ പോലെ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ. ആ നഗർ പഞ്ചായത്ത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ നഗർ പഞ്ചായത്ത് ഒന്നുമില്ല. ചില ഏരിയകൾ പോപ്പുലേഷൻ അനുസരിച്ച് ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നൊരു നഗരത്തിലോട്ടൊരു ട്രാൻസിഷൻ സ്റ്റേജിലായിരിക്കുമല്ലോ, അവരാണ് നഗർ പഞ്ചായത്ത് എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഇല്ല. ഓക്കെ, യു പിയിലൊക്കെയാണ് അങ്ങനെ കുറച്ചുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇതാ ഞാൻ പറഞ്ഞത്, മൊത്തത്തിലൊരു ഫ്രെയിംവർക്ക് ഉണ്ട് നമ്മളെങ്ങനെയാണ് പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവേണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അതിൽ തന്നെ ഡിഫറൻസസ് ഉണ്ട് പല സ്ഥലങ്ങൾക്കും. അപ്പോൾ മനസ്സിലായല്ലോ. 3 ടയർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 1992 എന്ന് പറഞ്ഞ വർഷം, 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും എന്താണ് നിങ്ങൾ ഓർക്കണം, പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും. പിന്നെ വരുന്നത് എന്താ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം, കോപ്പറേറ്റീവ് ബാങ്ക്സുകളുണ്ട് നമുക്ക് അല്ലേ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന എന്താ ഒരു ഭരണഘടന പറയുന്ന രീതിയിലാണത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതേതാ, 2011 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതാ 2011. ഇവിടെ ഒരു തെറ്റ് പറ്റി, ഇവിടെ മറ്റേതിൻ്റെ സ്ലൈഡ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട, അതിവിടെ ഇത്രേ പറയുന്നുള്ളൂ. 2011 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അനുസരിച്ചിട്ടാണ് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നിട്ടുള്ളത്. ഒരു കാര്യം ചെയ്യാം, ഞാനിതിൻ്റെ സ്ലൈഡ് അത് തെറ്റ് പറ്റിയതായിട്ടോ, ഐ ആം റിയലി സോറി, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ സ്ലൈഡ് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ സ്ലൈഡ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. ഞാനത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഓർമ്മിപ്പിച്ചാൽ മതി. ഞാൻ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്തിടാം. ഇപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ എന്നെ കേട്ട് എഴുതിക്കോ. 2011 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ചിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 19 നമുക്ക് സംഘം ചേരാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ റൈറ്റൊക്കെ പറയില്ല. അതുപോലെ തന്നെ കോർപ്പറേഷൻസ് ഫോം ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് ഉണ്ട്. സോ ഇറ്റ് മെയ്ഡ് ദ റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്, ആർട്ടിക്കിൾ 19 അനുസരിച്ച്. അതുപോലെ തന്നെ it included a new directive principle of state policy on promotion of cooperative societies. അത് ആർട്ടിക്കിൾ 43B അനുസരിച്ച്. ഓക്കെ, ഞാനത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. ഞാൻ അടുത്ത പ്രാവശ്യം അത് ലൈക്ക് ആ സ്ലൈഡ് ഞാൻ കറക്റ്റായിട്ട് ഇടാം കേട്ടോ. ജസ്റ്റ് അപ്പോളജൈസ് ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങളത് ഓർത്താൽ മതി. 2011 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ചാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നത്. അപ്പോൾ ഏകദേശം എല്ലാ ഫീച്ചേഴ്സും നമ്മൾ സലൈൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കി. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഈ നമ്മൾ എന്താ പറയുക, ഇവിടെ നിന്ന് വന്നു ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രോൺ ഫ്രം വേരിയസ് സോഴ്സസ്, ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ബയസ്, പാർലമെൻ്ററി ഡെമോക്രസി, ജുഡീഷ്യൽ സുപ്രീമസി, പാർലമെൻ്ററി സോവറിനിറ്റി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി നോക്കി. അതിനുശേഷം ഇന്നാണെങ്കിൽ ഇന്നാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ നോക്കി. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോക്കി. ആർട്ടിക്കിൾ 2021 ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്താണെന്ന് മനേകാ ഗാന്ധി കേസിൻ്റെ ബേസിസിൽ നമ്മൾ കൂടുതൽ പറഞ്ഞു. അതുപോലെ തന്നെ DPSP പാർട്ട് 4 DPSP എന്താണെന്ന് പറഞ്ഞു. പാർട്ട് 4ഉം പാർട്ട് 3യും ഫണ്ടമെൻ്റൽ റൈറ്റും DPSPയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. അത് ഏതിൻ്റെ ബേസിസിൽ പറഞ്ഞു? മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1980 കേസിനനുസരിച്ച് പറഞ്ഞു. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറഞ്ഞു. സെക്യുലറിസത്തിനെ കുറിച്ച് പറഞ്ഞു. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്, എമർജൻസി പ്രൊവിഷൻസ്, ത്രിതല പഞ്ചായത്ത്, ത്രിതല മുനിസിപ്പാലിറ്റി സിസ്റ്റം, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്ത ക്ലാസ്സിൽ സ്ലൈഡ് ഇടും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന ആകെ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ക്രിറ്റിസിസംസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻസിന് എതിരെയുള്ള. വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് നോട്ട് ഒറിജിനൽ, called it as a bag of borrowings or a hodgepodge constitution or a patchwork of several documents. അതായത് ഒറിജിനൽ അല്ല, പല സ്ഥലത്തു നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അതായിരുന്നു മെയിനായിട്ടുള്ളൊരു വിമർശനം. അതിന് BR അംബേദ്കർ ജി തന്നെ അതിന് ഒരു മറുപടിയായിട്ട് പറഞ്ഞത്, more than 100 years have rolled over when the first written constitution was drafted. It has been followed by many countries and a general consensus has been arrived upon regarding the basic features of a constitution, to the extent that most of its provisions might look the same with the exceptions of minor modifications
വിച്ച് സ്യൂട്ട്സ് ദ റെസ്പെക്റ്റീവ് നേഷൻസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് കമ്പോസ്ഡ്. ഒന്നുമില്ല, അതേ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞു. അത് അഡോപ്റ്റ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടൊരു എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിനകത്ത് നോവലായിട്ട് കൂടുതൽ ആഡ് ചെയ്യാനൊന്നും ഇല്ല. ഇറ്റ് ഈസ് നോട്ട് എ വർക്ക് ഓഫ് ഫിക്ഷൻ, അല്ലേ, അത് ഭരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രേഖയാണ്. അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ക്രിറ്റിസിസം വാലിഡ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്രിറ്റിസിസം ആയിരുന്നു കാർബൺ കോപ്പി ഓഫ് ദ 1935 ആക്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ഏറ്റവും സമൂലമായിട്ടുള്ളൊരു ഒരു ഡോക്യുമെൻ്റായിട്ട്, ഒരു ഭരണഘടനാ ഡോക്യുമെൻ്റായിട്ട് നിലനിന്നിരുന്നത് ഇതിനു മുമ്പ്. അപ്പോൾ അതിൻ്റെ ഒരു കാർബൺ കോപ്പി എന്നാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി കാർബൺ കോപ്പി അല്ല, അതൊരു സ്കെലിട്ടണായിട്ട്, അതിനൊരു രൂപരേഖയായിട്ട്, ഒരു മാർഗ്ഗരേഖയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇദ്ദേഹം അതിനെതിരെ പറഞ്ഞിരിക്കുന്നത്. എന്താ അംബേദ്കർജി, ദർ ഈസ് നോ ഷെയിം ഇൻ അഡോപ്റ്റിംഗ് ദ യൂസ്ഫുൾ പ്രൊവിഷൻസ് ഫ്രം ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇറ്റ് ഇൻവോൾവ്സ് നോ പ്ലാഗിയറിസം, neither do anyone hold patent rights in the fundamental ideas of a constitution. അല്ലേ, ആരും അതിനകത്തൊരു പേറ്റൻറ്റ് റൈറ്റ് ഒന്നും ഇല്ല. അതിൽ പ്ലാഗിയറിസം എന്നൊരു കോപ്പി അടിക്കുക എന്നൊരു വസ്തുതയില്ല. അതേസമയം തന്നെ എന്താ, അതിനകത്തൊരു ഷെയിം വേണ്ട, എന്തൊരു നാണക്കേടിൻ്റെ ഒരു കാര്യമില്ല. നമുക്ക് യൂസ്ഫുൾ ആയത് നമ്മൾ എടുത്തു, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫ്രം 1935 ബൈ ദ ബ്രിട്ടീഷ്, അല്ലേ, അതിൽ കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെയുള്ള ചില ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഗാന്ധിയൻ ഐഡിയോളജീസ് ഒരുപാട് വരുന്നില്ല എന്നുള്ളതാണ്. അതൊരു വാലിഡ് ക്രിറ്റിസിസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു വ്യക്തിയുടെ മാത്രം ഐഡിയൽസ് എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ട് അതും അതാണ് ഒരു മൂർത്തമായ ഭാവം എന്ന് വിചാരിച്ച് നമ്മളിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്. ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഐഡിയോളജി പ്രതിഫലിപ്പിക്കാനുള്ള ഡോക്യുമെൻ്റ് അല്ലല്ലോ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിലും കാര്യമില്ല. പിന്നെ എലഫൻറ്റൈൻ സൈസ്, അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ പാരഡൈസ് ഓഫ് ദ ലോയേഴ്സ്, അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ക്രിറ്റിസിസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര വലുതായിക്കോട്ടെ, പക്ഷേ ഇത് സിമ്പിൾ ഭാഷയിലാവാമല്ലോ. സിമ്പിളായിട്ടുള്ള ഭാഷയിലല്ലാത്തതിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ലീഗലായിട്ടുള്ള എഡ്യൂക്കേഷൻ നേടി വന്ന ബാരിസ്റ്റർമാരാണ് കൂടുതലും ഇത് എഴുതിയത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഷ ഇത്തരത്തിലൊരു കോംപ്ലിക്കേറ്റഡ് രീതിയിലാണ്. അപ്പോൾ അതൊരു വാലിഡ് ക്രിറ്റിസിസം ആണ്. അത് കുറച്ചുകൂടെ സിമ്പിളാക്കണം, കാരണം എല്ലാ ജനങ്ങൾക്കും എത്തുന്ന രീതിയിലോട്ടത് വരണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ക്രിറ്റിസിസവും കാര്യങ്ങളും ഈ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഈ ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, എന്തിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ടേബിൾസും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് എന്തായാലും അടുത്ത ചാപ്റ്ററിൽ പറയുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇതിവിടെ ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ബിക്കോസ് എനിവേ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചാപ്റ്റർ 3 ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞതിലോട്ടാണ് അടുത്ത് പോകുന്നത്. നമ്മൾ ഓരോന്ന് പേജ് ബൈ പേജ് പോകണം. നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ച് ആണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് അപ്പോൾ ഇറങ്ങും. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ട്സൊക്കെ ക്ലിയറായിട്ട് തന്നെ എടുക്കുക, ക്ലിയറായിട്ട് റിവൈസ് ചെയ്യുക, പഴയ ക്ലാസ്സുകൾ വീണ്ടും പോയി കാണുക, പ്ലേലിസ്റ്റ് നിരന്തരം റിവിസിറ്റ് ചെയ്യുക. എപ്പോഴും റിവൈസ് ചെയ്ത് മാത്രം നമ്മൾ പരീക്ഷ എത്തുന്നവരെ റിവൈസ് ചെയ്താൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് പോളിറ്റി. നമ്മളിപ്പോൾ പഠിച്ചു അത് കാരണം നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടണം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ആരാണെങ്കിലും UPSC എഴുതുന്നവരാണെങ്കിലും SSC PSC എഴുതുന്നവരാണെങ്കിലും അത് റിവൈസ് ചെയ്ത് എപ്പോഴും തലയിൽ നല്ല ബ്രൈറ്റായിട്ട് വെക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ്സ് ഉപയോഗിച്ച്. പിന്നെ ടെസ്റ്റുകൾ ഞാൻ കൂടുതൽ ഇടാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.